ഗൾഫ് മലയാളികൾ പോയിട്ട് വേഗം മടങ്ങി വരാൻ അവർക്ക് ജോലിയൊക്കെ പോയാൽ നാട്ടിലോട്ട് തന്നെ വരും. പക്ഷേ പലപ്പോഴും അമേരിക്കൻ മലയാളികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൊച്ചുങ്ങളെ കൂടെ ഒന്ന് സെറ്റിലാക്കിയിട്ട് ഞങ്ങളിങ്ങ് പോരാനാണ് പ്ലാൻ. പിള്ളേരെ ഒന്ന് സെറ്റിലാക്കിയിട്ട് ഞങ്ങളിങ്ങ് പോരും, ഞങ്ങൾ ഗ്രീൻ കാർഡ് എടുത്തിട്ട് ഇങ്ങ് പോരും എന്നൊക്കെ പറഞ്ഞ് പോയാലും ഈ പറയുന്നതല്ലാതെ ആരും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. കാരണം ഇവിടുത്തെ ചൂട്. പിന്നെ അവരോട് എന്താ വരാത്തെന്ന് ചോദിച്ചാൽ പറയും ഇവിടെ ഭയങ്കര ചൂടാണ്, കൊതുകാണ്, സന്ധ്യയ്ക്ക് കറണ്ട് പോകും, പിന്നെ ഇപ്പോൾ ഇവിടെ വലിയ ജീവിക്കാൻ പാടാണ്. ഇപ്പം നൂറ് കാര്യങ്ങൾ കാണും. അതുകൊണ്ട് പോയവർക്കൊക്കെ വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല. പക്ഷേ ഇവിടെ ദൈവം ഒരു വഴിയൊരുക്കി. ദൈവം രാജാവിനെ കൊണ്ട് വിളംബരം ചെയ്യിപ്പിച്ചു. അതാണ് ഇവിടെ പറയുക, വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തു. എന്താണ് ആ പരസ്യം? എൻ്റെ ദൈവമായ യഹോവയാണ് എനിക്കിത് തന്നിരിക്കുന്നത്. അവൻ്റെ ജനമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകണം. എന്തിനാണ്? ആലയം പണിയാൻ വേണ്ടിയാണ്. എന്താണ് ഈ ആലയത്തിൻ്റെ പ്രാധാന്യം? അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആലയം എന്ന് പറയുന്നത് ദേവാലയം, നമുക്കറിയാം ഈ ക്രൈസ്തവ സമൂഹം കുടിയേറ്റക്കാരാണ്. പൊതുവേ മലയാളി ക്രൈസ്തവർ കുടിയേറിപ്പോകുന്നവരാണ്. മലയാളി ക്രൈസ്തവരെന്നല്ല, ക്രൈസ്തവ രക്തത്തിലൊരു കുടിയേറ്റമുണ്ട്. നമ്മുടെ ഈ വടക്കൻ മലബാറിലോട്ടൊക്കെ ചെന്നാൽ, മലബാർ, കണ്ണൂർ, കാസർഗോഡ്, അങ്ങ് മൈസൂർ, മംഗലാപുരം ഒക്കെ ചെന്നാൽ ഒത്തിരി പേരെ കാണാം മലയാളികൾ. എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ പറയും പാല, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, ആർപ്പങ്കൽ, മീനടം, റാന്നി, ഇവിടെ നിന്നൊക്കെ കുടിയേറിപ്പോയവരാണ്. അപ്പോൾ ഈ കുടിയേറിപ്പോയെന്നത് അന്ന് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് പോവുക. ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളിൽ അവർ കുടിയേറിപ്പോയി. നല്ലൊരു സ്ഥലമാണെന്ന് കണ്ടാൽ ബന്ധുക്കളെയും സ്വന്തക്കാരെയും സഹോദരന്മാരെയും ഒക്കെ അവിടെ കൊണ്ടുവന്ന് അവിടെ മണ്ണിൽ പൊന്നു വിളയിച്ച് കഷ്ടപ്പെട്ട് ആൾക്കാരെയൊക്കെ കൊണ്ടുവരുമ്പോൾ, ഇപ്പോഴാണ് പലരും ഗൾഫിലൊക്കെ പോയാൽ ഒരു ജോലി കമ്പനിയിലുണ്ടെന്നറിഞ്ഞാൽ ആരോടും പറയാത്തത്. പണ്ടത്തെ മലയാളി എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ എല്ലാവരെയും എന്തു ചെയ്യും? കൊണ്ടുപോകുന്നവരാണ്. അങ്ങനെ ആദ്യം കൊണ്ടുപോയവരൊക്കെ ഫയൽ ചെയ്യാവുന്നവരെയൊക്കെ ഫയൽ ചെയ്തു. എന്നാൽ ഒരു മനുഷ്യനെ പോലും ഫയൽ ചെയ്യാത്തവരുണ്ട്, ഒരു ഉപകാരം ചെയ്യാത്തവരുണ്ട്. എന്നാൽ ഒത്തിരി പേരെ കൊണ്ടുപോയവരുണ്ട്. കൊണ്ടുപോയവർക്കൊക്കെ ചിലർക്കൊക്കെ ഒരു സങ്കടമുണ്ട്. അവർ ചെന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോൾ നമ്മളെ മൈൻഡ് ചെയ്തില്ലെന്നുള്ള സങ്കടമുണ്ട്. അങ്ങനെ ഒരു വലിയ സങ്കടം പേർന്ന ഒരു വാർദ്ധക്യത്തിലിരിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. എല്ലാവരെയും കൊണ്ടുവന്നത് ഞാനാണ്, പക്ഷേ ഇപ്പോൾ അവരാരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ള സങ്കടമുണ്ട്. അതൊക്കെ മനുഷ്യൻ്റെ ഒരു പ്രശ്നങ്ങളാണ്. എന്നാൽ പോലും ഇവിടെ എല്ലാം ചെന്നാൽ നമുക്ക് നമ്മുടെ ഒത്തിരി പേരെ കാണും. അവർ കുറച്ച് പേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നത് ഒരു പള്ളി പണിയും, അച്ഛനെ കൊണ്ടുവരും, ഒരു പള്ളി പണിയും. എന്തിനാ ഈ പള്ളി പണിയുന്നത്? പള്ളി പണിയുന്നൊരു കാര്യമുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്ന പള്ളിയിലാണ്. പണ്ട് നിങ്ങൾ പഴയ കാലങ്ങളിലെ ഒരു ഇതിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, നാട്ടിൽ പുലി ഇറങ്ങിയാൽ ചെയ്യുന്നത് പള്ളിയിൽ എന്തടിക്കും? മണിയടിക്കും. ആന ഇറങ്ങിയാൽ പള്ളി മണിയടിക്കും. എല്ലാവരും എങ്ങോട്ട് ഓടും? പള്ളിയിലോട്ടോടും. പന്തോ കത്തിച്ച് എല്ലാവരും കൂട്ടമണി അടിക്കുന്നത് എന്താ വിഷയം? ചെല്ലുമ്പോഴാണ് ആന ഇറങ്ങിയിട്ടുണ്ട്, ഇനി എന്തോ ചെയ്യണം? പടക്കം പൊട്ടിക്കണം, പാട്ട കൊട്ടണം. ഇതൊക്കെ അത് ഇല്ലിക്കൊമ്പലൊന്നും അല്ല. പഴയ ആനയൊക്കെ പടക്കം പൊട്ടിച്ച് അങ്ങ് പോകുമായിരുന്നു. ഇപ്പോഴത്തെ അമ്മമാർക്ക് പോകത്തില്ല, കാരണം അവർ ഈ ഓണടിയൊക്കെ കേട്ട് പേടി മാറിയവരാണ്. അപ്പം അതുകൊണ്ട് അവരങ്ങനെ പോകാൻ പാടാ. ഏതായാലും എല്ലാം ആലോചിക്കുന്നത് പിന്നെ എവിടുന്നാണ്? പള്ളിയിൽ നിന്നാണ്. അപ്പോൾ ഈ പള്ളി ആലയം എന്ന് പറയുന്നത് ഈ മനുഷ്യനെ പിടിച്ചു നിർത്തുന്നതാണ്, മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആലയങ്ങളെ നവീകരിക്കുക. അത് എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാ മതവിഭാഗങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആലയം എന്നുള്ള ഒരു ആശയത്തെ അവിടെ കാണുക. ആലയമില്ലെങ്കിൽ ഇവർക്ക് കൂടി വരാൻ എന്തില്ല? ഒരു സ്ഥലമില്ല. അതുകൊണ്ടാണ് കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം, എൻ്റെ ആലയം നിരന്തര പ്രാർത്ഥനകൾ നടത്തുന്ന ആലയങ്ങളെക്കായി സ്തോത്രം ചെയ്യുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് പല ആലയങ്ങളിലും പലപ്പോഴും പ്രാർത്ഥനകൾ കുറവാണ്. അതിനൊരു കാരണം എല്ലാവരും തിരക്കാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു ഇസ്ലാം ദേവാലയം, മോസ്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം തുറക്കും? 3 അല്ല, 5 പ്രാവശ്യം തുറക്കും. 5 പ്രാവശ്യം വാങ്ക് വിളിക്കും. അപ്പോൾ ഒരു ആഴ്ച എത്ര പ്രാവശ്യം തുറക്കും? 35 പ്രാവശ്യം തുറക്കും. ഒരു ഹൈന്ദവ ദേവാലയം, ക്ഷേത്രം എത്ര പ്രാവശ്യം തുറക്കും? മിനിമം ഒരു ദിവസം
ഏറ്റവും മിനിമം 2 ഉണ്ട്. ചിലയിടത്ത് ഉഷപൂജയുണ്ട്, പ്രഭാത പൂജയുണ്ട്, സന്ധ്യാപൂജയുണ്ട്. ചിലയിടത്ത് ഈ ഉച്ചയ്ക്ക് തുറക്കും, ചിലയിടത്ത് എനിക്കതിനെപ്പറ്റി അറിയില്ല. ഏതായാലും മിനിമം 2 പ്രാവശ്യം എന്ത് ചെയ്യും, തുറക്കും. അപ്പോൾ എത്രയായി? 7, 2, 14 പ്രാവശ്യം തുറക്കും ഒരാഴ്ചയിൽ. നമ്മുടെ പല ആലയങ്ങളും ആഴ്ച എത്ര പ്രാവശ്യം തുറക്കും? നമ്മുടെ പല ആലയങ്ങളും എത്ര പ്രാവശ്യം തുറക്കും? മിനിമം 2, ഞായറാഴ്ചയും വെള്ളിയാഴ്ച. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡ് എന്നാന്ന് ചോദിച്ചാൽ, ആരാധനയുടെ സമയം കുറച്ചിട്ട് പ്രഭാതത്തിൽ ഒരു ആരാധന 1 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ, അത് കഴിയുമ്പോൾ അടുത്തൊരു ആരാധന, അങ്ങനെയാണ് പോവുക. അപ്പോൾ എന്ത് കുറച്ചു? സമയം കുറച്ച്. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ആൾക്കാർ കൂടുതൽ വരും. അത് വെളുപ്പിനെ വരും. വെളുപ്പിനെ വരുന്ന പോകേണ്ട ആരാധനയുടെ തീഷ്ണത കൊണ്ടല്ല, അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാനാ, അല്ലെ സിനിമയ്ക്ക് പോകാനാ, അടിച്ചു പൊളിക്കാനാ, പിന്നെ ഒരു ദിവസം മൊത്തം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ആരാധനയുടെ സമയം കുറയ്ക്കുകയാണ്. പണ്ടൊരു അച്ചായനെ ഗൾഫിൽ നിന്ന് വന്നേ, അപ്പോൾ പുള്ളിക്കാരൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ അടുത്തുള്ള പാവം പിടിച്ചൊരു 1000 രൂപ കൊടുക്കും. ഈ പ്രാവശ്യം കൊടുത്തില്ല. അപ്പോൾ ഇത് അദ്ദേഹം പോകാറായപ്പോൾ ഈ പാവം പിടിച്ചൻ വന്ന് ചോദിച്ചു, അച്ഛാ എൻ്റെ 1000 കിട്ടിയില്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗൾഫുകാരൻ പറഞ്ഞു, ഇച്ചിരി ടൈറ്റായിപ്പോയി, പെരപണിയാണ്, അതുകൊണ്ടാണ് തരാനൊക്കാതെ. അപ്പോൾ ഇയാൾ ചോദിച്ചു, അല്ല എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം തന്നോട്, എൻ്റെ 1000 എടുത്ത് വേണം തനിക്ക് വീട് പണിയാൻ ചോദിച്ചു. എൻ്റെ 1000 എടുത്ത് വേണം തനിക്ക് വീട് പണി എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ 1/2 മണിക്കൂർ കട്ട് വേണോ നിനക്ക് കിടന്നുറങ്ങാൻ എന്ന് ചോദിക്കുന്ന ഒരു കാലം വരും നിത്യതയിൽ ചെന്നാൽ, കേട്ടോ. എവിടെക്കാളും ചെന്നാൽ ചോദിക്കും. ഈ കമ്മിറ്റിക്കാരെ എല്ലാം പിടിക്കും. സകല ഈ സമയം കുറയ്ക്കാൻ തീരുമാനിച്ച മുഴുവൻ എണ്ണത്തെയും കർത്താവ് പൊക്കും. എന്നിട്ട് ചോദിക്കും, എൻ്റെ സമയം എടുത്ത് വേണമായിരുന്നോടാ നിനക്ക്. ഇവരിത് കഴിഞ്ഞിട്ട് വർത്തമാനം പറയും. പിന്നെ സോഷ്യൽ ഗാദറിംഗ് ആണ്. പിന്നെ അവർ ഹോട്ടലിൽ കഴിക്കാൻ പോകും. 4 മണി വരെ അവിടെ ഇരിക്കും, നോ പ്രോബ്ലം. ഇതെല്ലാം ഒരു പരമാർത്ഥമായ കാര്യമാണ്. ഞാൻ ഇവിടെ അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഇങ്ങനെ ഒരു ട്രെൻഡിൻ്റെ പുറത്താണ് മനുഷ്യർ പോവുക. അപ്പോൾ എല്ലാവരും എന്ത് കുറയ്ക്കുക? സമയം കുറയ്ക്കുക. പക്ഷേ മറ്റെല്ലായിടത്തും നോക്കിയോ എന്ത് കൂട്ടുക? സമയം കൂട്ടുകയാണ്. എല്ലാ ദിവസവും ആലയത്തിൽ വരാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് സകല മതങ്ങളും ചെയ്യുന്നത്. എല്ലാ റെസ്പെക്റ്റോടും കൂടിയാണ് ഞാനത് പറയുക. നമ്മൾ കണ്ടുപിടിക്കേണ്ടതും സംശീകരിക്കേണ്ടതായ കാര്യങ്ങൾ. നമ്മുടെ ആലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. ഒന്നുമില്ല, കത്തോലിക്ക ദേവാലയങ്ങളൊക്കെ പിന്നെയും പ്രഭാതത്തിലൊക്കെ ചില കുർബാനയൊക്കെ ഉണ്ട്, അല്ലേ? കുർബാനയുണ്ട്. നമ്മുടെ അവിടെ അതുപോലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വയവിമർശനം എപ്പോഴും നല്ലതാണല്ലോ. സ്വയവിമർശനം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഓർക്കേണ്ട കാര്യം, ആലയം ഉണ്ടെങ്കിലേ ആളുകൾ വരത്തുള്ളൂ. ഈ ആളുകൾ കൂടണം. ആളുകൾ കൂടി വരാൻ ആലയത്തിൽ വേണം. അതിനകത്തൊരു കാര്യം, ഓരോ മനുഷ്യനും ദൈവാംശമാണ്, ദൈവത്തിൻ്റെ ഇമേജാണ്. മനുഷ്യനെക്കുറിച്ച് പറയുന്നു, മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപവും സാദൃശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തുള്ള മനുഷ്യൻ വരുന്നിടത്ത് ആര് വരും? ദൈവം വരും. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ദൈവാംശമാണ്, ദൈവസ്വരൂപമാണ്, അല്ലേ? ഞാൻ നിങ്ങളല്ല. അപ്പോൾ അവരുള്ളിടത്ത് ആരുണ്ട്? ദൈവമുണ്ട്. അവരില്ലാത്തിടത്തോ ദൈവമില്ല. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും നോക്കിക്കോണം, ഈ ആൾ കയറാതിരിക്കുന്ന വീടുകൾ അടച്ചിട്ട് അവിടെ ചെന്നാൽ നമുക്കൊരു ഭയമൊക്കെ തോന്നും. കാരണം അവിടെ ആരില്ല, മനുഷ്യനില്ല. മനുഷ്യനില്ലാത്തിടത്ത് ആരുമില്ല. പിന്നെ അവരിനെ വിദേശത്തിരുന്നുകൊണ്ട് അവിടെ ദൈവം കാക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേറെ പണിയൊന്നുമില്ലേ? ദൂതൻ അവിടെ നിന്നോളാൻ. ഇവിടെ മതിൽ കാവൽ നിൽക്കിയാലല്ലോ ദൂതൻ ഉണ്ടാകണമെങ്കിൽ നമ്മളവിടെ വേണ്ടേ? അതുകൊണ്ടാണ് വീടുകൾ അടഞ്ഞു കിടന്നാൽ, നമ്മളെത്ര സൂക്ഷിച്ചാലും അടഞ്ഞു കിടന്ന വീടുകൾക്കകത്തൊരു നെഗറ്റീവ് എനർജി കാണും. ആണോ? എത്ര തൂത്ത അവിടെ ചെന്ന് കയറുമ്പം ഒരു നെഗറ്റീവ് എനർജിയാണ്. കാരണം ആളില്ല, ആൾ കിടക്കണം. നമ്മൾ പറയത്തില്ല, കൃഷിക്കടയിൽ കൂടെ ഒക്കെ ആണെങ്കിലും ആര് നടക്കണം? മനുഷ്യൻ നടക്കണം. മനുഷ്യൻ നടക്കുമ്പോഴേ, അതുപോലെ മൃഗങ്ങളെ ആണെങ്കിലും നമ്മൾ ചെന്ന് തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യണം. എന്നാലേ അവർക്കൊരു ജീവനുണ്ടാകും. നമ്മുടെ വീട്ടിൽ നമ്മുടെ പട്ടിയുണ്ട്. 2 ദിവസം നമ്മൾ ഒരാഴ്ച ഇല്ലായിരുന്നു. ആരെങ്കിലും കൊണ്ട് ചോറ് കൊടുത്താലും പട്ടി നമ്മൾ വരുമ്പം കാണാൻ തളർന്ന് കിടക്കുന്ന കാണാം. ഈ പട്ടിക്ക് ജീവനുണ്ടാകണമെങ്കിൽ, നായ്ക്കുട്ടിക്ക് ജീവനുണ്ടാകണമെങ്കിൽ മനുഷ്യനവിടെ വേണം, യജമാനം വേണം. അപ്പോൾ അതുപോലെ മനുഷ്യൻ കയറുന്നിടത്താണ് ദൈവം വരുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ ആലയങ്ങളും എന്നും തുറന്നാൽ എന്നും അവിടെ ആര് കാണും? ദൈവം കാണും. ദൈവം കാണണമെങ്കിൽ ആര് വരണം? മനുഷ്യൻ വരണം, അല്ലേ? മനുഷ്യൻ ഭയങ്കര ദൈവാംശമാണ്. അപ്പോൾ ഇവിടെ ആ നിലകളിൽ ചിന്തിക്കുന്ന ഇതര മത സംവിധാനങ്ങളെ നാം ബഹുമാനത്തോടെ കാണുമ്പോൾ നമ്മൾ ക്രൈസ്തവ സമൂഹം പുറമോട്ട് പോവുകയാണ് പല കാര്യങ്ങളും. ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് എന്തില്ല? സമയമില്ല. അതുകൊണ്ട് തന്നെ വിദേശത്ത് പല രാജ്യങ്ങളിലും ആലയങ്ങൾ അടയുകയാണ്, ആലയങ്ങൾ വിൽക്കപ്പെടുകയാണ്. കാരണം അവർക്കൊന്നും എന്തില്ല? സ്ഥലങ്ങൾ. പക്ഷേ അതേ രാജ്യത്ത്
ഈ തരത്തിലുള്ള ഇതര മതസംവിധാനങ്ങളിൽ ക്ഷേത്രങ്ങളും മോസ്കുകളും ഒക്കെ പണിതിട്ട് എല്ലാ ദിവസവും ആൾ പോകുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം അവിടെ നടക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം, ആലയം വേണം. അപ്പോൾ ആലയത്തിലാണ് ആളുകൾ കടന്നു വരേണ്ടത്. ഇവർക്ക് എന്തില്ല? ആലയമില്ല. ആലയം ഒരു യൂണിഫൈങ് ഫാക്ടറാണ്, നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. നമ്മുടെ ഒരിപ്പം ഈ പള്ളി, അത് പെന്തക്കോസ്ത് പള്ളിയാണെങ്കിലും ഇതര എപ്പിസ്കോപ്പൽ പള്ളിയിലാണെങ്കിലും പള്ളി പോയിട്ടുള്ളവർക്ക് ഭയങ്കര ഒരു ഓർമ്മകളാണ്. നമ്മൾ ഒരു കൊച്ചിലെ അപ്പൻ്റെ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നു, പള്ളി പെരുന്നാളുണ്ട്, പെരുന്നാൾ നമ്മൾ പോകുന്നു. പക്ഷേ ഇറങ്ങി വരുമ്പം അവിടെ വെടിക്കെട്ടുണ്ട്, റാസയുണ്ട്. ഏറ്റവും വലിയ രസം അവിടെ ഒത്തിരി കച്ചവടക്കാരുണ്ട്. പിന്നെ നമ്മൾ കപ്പലിന് മേടിച്ച് കഴിച്ചു. പിന്നെ വേറെ വലിയ രസം, കൂട്ടം അടി നടക്കും. അതൊക്കെ എവിടെ ഉണ്ട്? പള്ളിയിലുണ്ട് അല്ലേ? അടി പള്ളിയിലുണ്ടായിരുന്നു. ഇപ്പം പെന്തക്കോസ്തുകാരുടെ ഇടയിലും അടിയായി. ഇപ്പം അത് ഭയങ്കര വാർത്തയാണ്. ലജ്ജയോടാണ് പറയുന്നത്. എന്നാലും എൻ്റെ ഒരു കൂട്ടുകാരൻ അത് കേട്ടിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ നല്ലൊരു അടി കാണാമെന്ന് വെച്ചുകൊണ്ട് തുറന്നാൽ നിങ്ങൾക്ക് അടിക്കാനും അറിയത്തില്ല. അമ്മച്ചിമാരൊക്കെ തോണ്ടിയിട്ട് പോവുക, പിള്ളേരുടെ വീട്ടിലടിക്കുന്ന പോലെ. അടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? അടിക്കണം. ഇവർക്ക് അടിക്കാനും അറിയത്തില്ല. കാരണം ഇവർ പെന്തക്കോസ്തുകാരല്ലേ. ഇവർ ഉപവസിക്കത്തുമല്ലോ, എല്ലാം ഇത്തത്തെ വണ്ണമുള്ളതാണ്. കാരണം ഇതുങ്ങൾ ഉപവസിക്കത്തില്ല. എന്തൊക്കെയാണ് നാട്ടുകാരെ കമൻറ്റ് പറയും. ഉപവാസം പ്രാർത്ഥനയൊക്കെ കുറയുമ്പോഴാണ് എന്തോ കൂടുന്നത്. ജഡം കൂടും. ജഡം കൂടുമ്പം അടി കൂടും. ജഡമെല്ലാം കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപവസിക്കണം. ഞാനിത് ഒരു രസത്തിന് പറഞ്ഞല്ല കേട്ടോ, സങ്കടത്തോടെ പറഞ്ഞ. കാരണം നമ്മുടെ ചങ്കിനിടിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ സമൂഹത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു മുറിവുകളല്ലേ. അപ്പം പറഞ്ഞത് പള്ളി വേണം. വേണ്ടേ? വേണം. പള്ളി ഉണ്ടെങ്കിലേ ആര് വരത്തുള്ളൂ? ദൈവം വരത്തുള്ളൂ. 2, പള്ളിയിലാണ് മനുഷ്യൻ കൂടണം. മനുഷ്യൻ എവിടെ കൂടുന്നു അവിടെ ആര് വരും? ദൈവം. 2, 3. കാരണം മനുഷ്യൻ ദൈവാംശമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ആ ബോധ്യം ഉണ്ടായവരാണ് എല്ലാ ദിവസവും എന്ത് തുറക്കുന്നത്? ആലയങ്ങൾ തുറക്കുകയാണ്. പക്ഷേ നമ്മുടെ സമൂഹം സമയമില്ലാത്തത് കൊണ്ട് പലരും അതിൽ നിന്ന് വിമുഖരാകി പോകുന്ന ദുസ്ഥിതികളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആലയം ഒരു യൂണിഫൈങ് ഫാക്ടറാണ്. ഏത് സമൂഹത്തിനും ഒന്നിച്ച് കൂടണമെങ്കിൽ എന്ത് വേണം? ആലയം വേണം. നമ്മുടെ മക്കളൊക്കെ ഈ ആലയത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവർ വരുമ്പോൾ ഒത്തിരി വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാലും ഇവിടെ പോകുന്നത് പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ പോകുമ്പം അവർക്ക് വലിയ സന്തോഷമാണ്. ഈ പള്ളി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒത്തിരി ഓർമ്മകളാണ്. അച്ചായൻ മരിച്ചപ്പോൾ അടക്കിയേക്കുന്ന എവിടെ? പള്ളിയിലാണ്. നമുക്കങ്ങനെ ഓർമ്മയില്ല, എന്നാൽ പോലും. പിന്നെ വല്യപ്പൻ കിടക്കുന്ന എവിടെ? പള്ളിയിലാണ്. വല്യപ്പൂപ്പൻ കിടക്കുന്ന എവിടെ? പള്ളിയിലാണ്. അതുകൊണ്ടാണ് ദേഷ്യം വരും പറയുന്നത്, നീ കൂടുതലൊന്നും പറയേണ്ട, വല്ലതും പറയണ്ടെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇൻഡയറക്റ്റ്ലി തന്തയ്ക്ക് വിളിക്കുക. കാരണം തന്ത കിടക്കുന്ന എവിടെ? പള്ളിയിലാണ്. വല്യപ്പൂപ്പൻ കിടക്കുന്ന എവിടെ? അല്ലാതെ സ്നേഹം കൊണ്ട് പറയുന്നതല്ല പള്ളിയിൽ പോകാൻ. പള്ളിയിൽ പോയി പറയാമെന്ന് പറഞ്ഞാൽ അപ്പനോട് പോയി പറയാമെന്ന്. അപ്പനെ അടക്കിയേക്കുന്ന എവിടെ? പള്ളിയിലാണ്. അതാണ് അതിൻ്റെ ഒരു സന്ദർഭം എന്ന് ഓർത്തോണം. അപ്പോൾ എനിവേ, ഈ പള്ളികളെല്ലാം ഓർമ്മകളാണ്. അത് നമ്മുടെ വലിയൊരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. ഈ പെന്തക്കോസ്ത് ആലയങ്ങളെക്കുറിച്ച് പറയുന്നത് ഒരു പഠനമാണ്. പെന്തക്കോസ്ത് ആലയങ്ങൾ വളർന്നത് പാസ്റ്റേജിൽ കൂടാന്ന് പറയും. അതൊരു സത്യമാണ്. പാസ്റ്റേജിൽ കൂടാ. പെന്തക്കോസ്ത് പള്ളികളിലെല്ലാം ചേർന്ന് ഒരു ട്രഡീഷണൽ പെന്തക്കോസ്ത് ചർച്ചിൻ്റെ എല്ലാം ചേർന്ന് പാസ്റ്റേജ് ഉണ്ട്. ചെറിയ പാസ്റ്റേജാണ്, 1, 2 മുറിയോ കാണത്തുള്ളൂ. ചെറിയ പാസ്റ്റേജിലാണ് അപ്പച്ചനും അമ്മച്ചിയും പാസ്റ്റപ്പച്ചനും പിള്ളേരും എല്ലാം. പക്ഷെ അവിടെ നല്ല അമ്മച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിമാർ വരുന്നുണ്ട് എല്ലാവരും ചോദിക്കാൻ പിള്ളേരൊക്കെ, മക്കളെ നിങ്ങൾ വല്ലതും എന്ത് ചെയ്തു? കഴിച്ചോ മക്കളെ? അമ്മച്ചി കഴിച്ചു. ബാടാ ഇച്ചിരി എന്ത് ചെയ്യും? അപ്പോൾ ഒരു പള്ളി സമം ഞാൻ കണ്ടിട്ടുള്ള, ഞങ്ങളുടെ വീട് ഉൾപ്പെടെ വൈകുന്നേരങ്ങളിലും അവധികളിലും ഒക്കെ പിള്ളേരെല്ലാം വരുന്നത് എവിടെ? പള്ളിയിലാണ്. പള്ളിയിൽ വരുന്നത് വലിയൊരു ഓർമ്മയാണ്. സൺഡേ സ്കൂള്, VBS, ബഹളം. നമ്മൾ VBSനൊക്കെ പോകുമ്പം ഇന്ന് വരെ ഞങ്ങളുടെ ഒരു ജനറൽ കൺവെൻഷനിലും ആരാ പ്രസംഗിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒറ്റ പ്രസംഗം ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ കൊച്ചിലെ മുതൽ ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ്റെ ഫുഡ് കയറി കഴിക്കാൻ നിൽക്കുമായിരുന്നു, വിളമ്പാൻ നിൽക്കുമായിരുന്നു. ഇപ്പോഴും അതാ പണി. ഞാൻ പ്രസംഗിച്ച് ഒഴിച്ചാൽ വേറെ ആരും പ്രസംഗിച്ചത് ഈ നിമിഷം വരെ ഞാൻ കേട്ടിട്ടില്ല. ഇതാരോടും പറയരുത്. പക്ഷേ മെനു എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറയും, കൺവെൻഷൻ എന്ന് പറയുന്നത് പ്രസംഗം മാത്രമല്ല, എല്ലാവരും കൂടെ കാണാനും കേൾക്കാനും കിട്ടുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗം കൂടെ അല്ലേ. ഇത് മിസ്കോട്ട് ചെയ്യരുത് കേട്ടോ. എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ കേൾക്കാൻ. ഞാൻ അടുക്കളയിലായിരുന്നു, അതുകൊണ്ടാണ് കേൾക്കാൻ. എന്നാലും ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യവും, എന്നാലും സന്തോഷമല്ലേ അവിടെ വരുന്നതും ആൾക്കാരെ കാണുന്നതും കൂട്ടായ്മയെ ആചരിക്കുന്നതും ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആലയങ്ങൾ വേണം. വേണ്ടേ? ആലയങ്ങൾ വേണ്ടേ? വേണം. ഇന്നും നമുക്കറിയാം,
FCRA ബില്ലൊക്കെ വരുമ്പം ഒത്തിരി ആലയങ്ങൾ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ളതാണ് ഒരു ഭയം ജനിപ്പിക്കുക. പ്രാർത്ഥിക്കേണ്ട മേഖലകൾ ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഉണ്ട്, ഇല്ലേ? ഉണ്ട്. അതൊക്കെ നമ്മൾ ഗൗരവമായി കാണുകയും രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം സ്വസ്ഥതയും സാവധാനതയും ഉള്ള ജീവനം നയിക്കേണ്ടതിന് അധികാരസർക്കും രാജാക്കന്മാർക്കും വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്നാലേ അവർക്ക് സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. ഇവർ അസ്വസ്ഥരാണെങ്കിൽ ഇവർ എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് സ്വസ്ഥത ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. സ്വസ്ഥതയും സാവധാനതയുള്ള ജീവനം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി രാജാക്കന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മുടെ കടപ്പാടാണ്. അപ്പോൾ ഇവർക്ക് ആലയമില്ല, ആലയം പോയി. ഇനി എവിടെ കൂടും? കൂടാനൊരു സ്ഥലമില്ല. കൂടാനൊരു സ്ഥലമില്ലാതിരിക്കുമ്പോഴാണ് ഇനി പണിയണമെങ്കിൽ പിള്ളേർ വേണം. അപ്പോൾ ഇവരുടെ എല്ലാവരെയും എവിടെ കൊണ്ടുപോയി? ബാബേലിൽ കൊണ്ടുപോയി. അങ്ങനെ ബാബേലിൽ പോയി. ബാബേലിൽ പോയിട്ട് അവരവിടെ സെറ്റിലായി പ്രവാസത്തിൽ ഇരിക്കുമ്പോഴാണ് രാജാവിൻ്റെ ഒരു കൽപ്പന വരിക, പോയി എന്ത് പണിയണം? ആലയം പണിയണം. അപ്പോൾ അതൊരു അത്ഭുതകരമാണ്. യെരമ്യാവ് പ്രവചിച്ചതാണ്. അവിടെ എങ്ങനെ വഴി? നിൻ്റെ വഴിയല്ല എൻ്റെ വഴി, നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം. ദൈവം ആരോട് പറഞ്ഞു? കോരശ് ഒരു വിജാതീയനാണ്. ബാബേൽ സാമ്രാജ്യം തകർക്കപ്പെടുകയും കോരശ് എന്ന പേർഷ്യൻസ് രാജാവ് എഴുന്നേൽക്കുകയും താൻ പോകാൻ പറയുകയും ചെയ്തു. ഇതാണ് സംഗീതം 126 പറയുന്നു, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ, അല്ലേ? ഞങ്ങൾ എന്തുപോലായിരുന്നു? എന്താ സ്വപ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും ഇനി മടങ്ങി വരവുണ്ടെന്ന് അവർ ചിന്തിച്ചില്ല. ഈ സ്വപ്നത്തിൽ കാണുന്നത് പ്രാപ്തിയുള്ള കാര്യമാണോ, പ്രാപ്തിക്ക് മീതെയുള്ള കാര്യമാണോ? പൊതുവേ പ്രാപ്തിക്ക് മീതെയുള്ള കാര്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയില്ല. കല്യാണം കഴിച്ചു, കുടുംബസ്ഥരായി, ഭാര്യയും ഭർത്താവും പിള്ളേരുമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക. സ്വന്തം ഭാര്യയും കൊണ്ട് പാരീസിലൂടെ ടൂർ പോകുന്ന സ്വപ്നം കണ്ട ആരെങ്കിലും ഉണ്ടോ? പ്രേമിച്ച് കിടക്കുമ്പോൾ സ്വപ്നം കണ്ടോ? സ്വന്തം ഭാര്യയെ കൊണ്ട് പോകുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല. കാരണം സ്വന്തം ഭാര്യ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് എന്ത് കാണേണ്ട കാര്യമില്ല. സ്വന്തം ഭർത്താവിനെ കൊണ്ട് എവിടെയെങ്കിലും പോകുന്ന കണ്ടോ? എവിടാണ്? അതേസമയം നമുക്ക് പ്രാപ്തിക്ക് മീതെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? സ്വപ്നം കാണും. എൻ്റെ അപ്പ, ഞാനെനിക്കൊരു ചെറുപ്പത്തിൽ ഒരു ബുള്ളറ്റ് മേടിച്ചു. അപ്പം വീട്ടിലറിയാതെ മേടിച്ചതാണ്. ഇങ്ങനെ ബുള്ളറ്റുമായിട്ട് ഞാൻ വീട്ടിലറിയാതെ പണമൊക്കെ അറേഞ്ച് ചെയ്ത് കടമൊക്കെ ഇട്ട് മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അപ്പ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അപ്പം ഞാനോർത്ത് കളിയാക്കുകയാണ്. പപ്പയോട് പറഞ്ഞ്, ഞാൻ ചോദിച്ചാൽ എന്നെ കളിയാക്കുക, എനിക്ക് പേടി കൊണ്ട് വല്ലതും പറയുമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ലടാ, നീ ബുള്ളറ്റാ വരുന്ന കണ്ടപ്പോൾ ഞാനൊരു കാര്യം ഓർത്തത്. അപ്പോൾ പപ്പയെ കൊച്ചിലെ അന്ന് ബുള്ളറ്റ് ഒരു സ്വപ്നമാണ്. പപ്പയുടെ ഒരു ഏറ്റവും വലിയൊരു കൂട്ടുകാരുണ്ട്, ഒരു ഇസ്ലാം സഹോദരനാണ്. അവർ തമ്മിൽ വലിയ സ്നേഹമാണ്. അപ്പോൾ ഇവർ രണ്ടും കൂടെ ഭയങ്കര പുറത്ത് അടിയുണ്ടായപ്പം വലിയ ഗായങ്ങ അടിയാണ്. അപ്പോൾ തിരിച്ച് അവരെ ഗായങ്ങി ആക്രമിക്കുമെന്നുള്ള പേടിയിൽ ഇവർ രണ്ടും കൂടെ വീട് മാറി കിടക്കുക. അപ്പം തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ചിന്ത കിടക്കുക. 2 സംഭവം ഉണ്ടായി. നല്ല ഉറക്കത്തിൽ മറ്റവൻ ചാടി പുറത്ത് കയറിയിരുന്ന ഒറ്റ ചവിട്ടും ചെവിയെ പിടിച്ച് 2 തിരിയും. ഇവനിങ്ങനെ ഇരിക്കുക നെഞ്ചത്ത്. അപ്പോൾ ഉണർന്ന് ഇവനെ തെള്ളി താഴെ ഇട്ട്. എന്താടാ? അപ്പോൾ അവൻ പറഞ്ഞു, അവൻ റോയൽ എൻഫീൽഡിൽ കയറിയത് സ്വപ്നം കണ്ടതാണ്. ചവിട്ടിയത് കിക്കറാ, ചെവിയെ പിടിച്ചത് ആക്സിലേറ്ററും ക്ലച്ചുക. 2ാമത്തെ രാത്രി ഒരു സംഭവം ഉണ്ടായി. ഇവന് ഈ സ്വപ്നം കാണുവാൻ. അപ്പോൾ ഇവർ ഈ അടി പേടിച്ച് മെത്തക്കടി വടിവാളൊക്കെ ഉണ്ട്. പപ്പ മൂത്രമൊഴിക്കാൻ എഴുന്നേൽപ്പിച്ച് ദൈവം വിട്ട് തിരിച്ചു വരുമ്പോൾ അന്ന് രക്ഷിക്കപ്പെട്ട പോലും അല്ല. ഈ മുൻനിർണ്ണയം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ കാണുന്നത് മറ്റവൻ എഴുന്നേറ്റ് ഇന്ന് വടിവാൾ കൊണ്ട് കുത്തി കീറി മെത്തയൊക്കെ പഞ്ഞി കീറി നിൽക്കുക. എന്നാൻ ചോദിച്ചാൽ പറഞ്ഞു, മറ്റന്മാരടിക്കാൻ വന്നു, അവനെ അടിച്ച് താഴെ കിട്ടി അവൻ കൊന്ന് കീറി നിൽക്കുക. അവിടെ കിടന്നായിരുന്നെങ്കിൽ ചങ്ക് കീറിപ്പോയി. തമ്പുരാൻ മൂത്രമൊഴിക്കാൻ എഴുന്നേൽപ്പിച്ച് വിട്ടത് ദൈവത്തിൻ്റെ ഓരോ പദ്ധതി, മുൻനിർണ്ണയം. അന്ന് ഈ വെളിവ് കെട്ട് നടക്കുന്ന സമയത്ത് അപ്പോഴും സ്വപ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ തിരിച്ചു വരുമെന്ന് അവർക്ക് ചിന്തയില്ല. പക്ഷേ പ്രവാചകൻ പ്രവചിച്ചു, ദൈവം നിവർത്തീകരിച്ചു. നിൻ്റെ വഴിയല്ല, നിൻ്റെ വിചാരമല്ല എൻ്റെ. വിജാതിനായ കോരശ് പറഞ്ഞു, എൻ്റെ ദൈവമാണ് എനിക്ക് തന്നത്. അതുകൊണ്ട് അവന് പോയി എന്ത് പണിയണം? ദൈവത്തിന് ആരെ എന്ത് ചെയ്യാൻ കഴിയും? ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇത് പോകാൻ പറയാൻ ഒരു ലീഡർഷിപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിനും സ്റ്റാർട്ടെന്ന് പറയാൻ ഒരാൾ വേണ്ടേ? പക്ഷേ ഇവിടെ ദൈവം ഒരുക്കിയ ലീഡർ കോരശാണ്. കോരശ് പറഞ്ഞു വിളംബരം. ഇവരൊക്കെ വൈകുന്നേരം വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് വിളംബരം എങ്ങനെ വലിയ പെരുമ്പറ മുഴക്കുകയാണ്. പഴയ കാലങ്ങളിൽ പെരുമ്പറ മുഴക്കി വിളംബരം, രാജവിളംബരം. എന്താണ്? എല്ലാവരും പൊക്കോളാൻ പറയുക. പോകുന്നവർക്ക് എന്ത് കൊടുക്കണം? സമ്മാനം കൊടുക്കും. അങ്ങനെ ഇഷ്ടംപോലെ പൈസ കിട്ടി.
സമ്മാനങ്ങൾ കിട്ടി, സ്വർണം കിട്ടി, ഇതെല്ലാമായിട്ട് തിരിച്ചവർ വരികയാണ്. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ വഴികളിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവർ ആലയം പണിയുക. ഇതൊരു റിവൈവലുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ചിന്തിക്കാൻ കഴിയും. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ ബാബേലിലേക്ക് കൊണ്ടുപോയ പ്രവാസികളിൽ നിന്ന് പറയുകയാണ്, സെരൂബാബേലിനോട് കൂടെ വന്നവർ. പല ഘട്ടങ്ങളായിട്ടാണ് ഇവർ വരിക. ഒരു ഘട്ടം സെരൂബാബേലിൻ്റെ കൂടാണ്, പിന്നെ എസ്ര വന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നൊരു പുസ്തകമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം. അത് മതിൽ പണിയാൻ വേണ്ടി നെഹമ്യാവ് വരുന്നുണ്ട്. എന്നാൽ പ്രവാസത്തിൽ നിന്ന് പോരാതെ അവിടെ തന്നെ നിന്നവരുടെ ഒരു ചരിത്രമാണ് എസ്തേറിൻ്റെ പുസ്തകം. അത് അവിടെ തന്നെ നിന്നവരാണ്. ഇപ്പോൾ ഇവിടെ സെരൂബാബേലിൻ്റെ കൂടെ വന്നവരാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അവരുടെ കൂടെ വന്നവരുടെ പേരുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ള ലീഡേഴ്സ് ഗോത്രത്തലവന്മാരാണ് സെരയാവ്, റെയേലാവ്, മൊർദെഖായി, ബിൽശാൻ, മിസ്പാർ, രഹൂം, ബാന. എന്നിട്ട് അവിടെ പേരുകൾ താഴോട്ട് പറയുന്നുണ്ട്. പാരോശിൻ്റെ മക്കൾ, ആരഹിൻ്റെ മക്കൾ, യേശുയുടെ മക്കൾ, സത്തുവിൻ്റെ മക്കൾ, സക്കായിയുടെ മക്കൾ, ഇങ്ങനെ ലിസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് 44,360 പേരായിരുന്നു. 64ാമത്തെ വാക്യം 2-64. സഭ ആകെ 42,300. അവിടെ ദാസിദാസന്മാരെ 7,337. സംഗീതക്കാരങ്ങളുടെ 200. പിന്നെ 736 കുതിരയും 235 ഒട്ടകവും 6,720 കഴുതിയും അവർക്കുണ്ടായിരുന്നു. ഇത്രയുമാണ് ഈ സമൂഹം വരിക. 44,360 പേരാണ്. ഇവിടെയെല്ലാം പേരവിടെ ഉണ്ട്. അവിടെ ഒരു റിവൈവലിന് വേണ്ടി അവർ വരികയാണ്, ആലയം പണിയാൻ വേണ്ടി. ഒരു 70 വർഷത്തിന് ശേഷം, ഈ 70 വർഷത്തിന് ശേഷം ആലയം പണിയാൻ വരുമ്പോൾ ഓർക്കപ്പെടേണ്ടത്, ആ ആലയം പണിയാൻ വേണ്ടി വന്നവരുടെ എല്ലാം പേര് ആളുടെ കയ്യിലുണ്ട്, ലിസ്റ്റിൽ, ഹിസ്റ്ററിയിലുണ്ട്, ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ഥലത്തും ദൈവത്തിന് വേണ്ടി നിന്നവരുടെ എല്ലാം ലിസ്റ്റ് ആളുടെ കയ്യിലുണ്ട്, കർത്താവിൻ്റെ കയ്യിലുണ്ട്. അത് നമ്മൾ ഓർത്തോണം. ഇത് 2026 ആണ്ടാണ്. ഈ ആണ്ടിൽ പുത്തൻകുരിശിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ എല്ലാം പേര് ദൈവത്തിൻ്റെ കരത്തിലുണ്ട്. നമ്മളൊരിക്കലും ഉണർവിന് പുറം തിരിഞ്ഞ് നിൽക്കരുത്. ഉണർവിന് മുഖം തിരിഞ്ഞ് നിൽക്കണം. ഉണർവിൻ്റെ ഭാഗമായിരിക്കണം. ഉണർവിൻ്റെ ഭാഗമാണെങ്കിൽ നമ്മുടെ പേര് ദൈവത്തിൻ്റെ കരത്തിലുണ്ട്. ആ കുടുംബത്തിൻ്റെ ലിസ്റ്റ് ആരുടെ കയ്യിലുണ്ട്? ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, അങ്ങനെ അത്രയും പേര് വരികയാണ്. ഇനിയും എന്താണ് പ്രശ്നം? ഇനിയും ഇവർക്ക് വരണം. യെരൂശലേം ദേവാലയത്തിൻ്റെ പണികളെന്നൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ശലോമോനൊക്കെ പണിത ആലയം, അതിൻ്റെ ഭംഗി, അതിന് വേണ്ട ചെലവ്, എത്ര വർഷം കൊണ്ടാണ് ദാവീദ് അതിനെ സ്വരുക്കൂട്ടിയത്. അപ്പോൾ ഇനിയും പണിയണമെങ്കിൽ അവർക്ക് എന്ത് വേണം? പൈസ വേണം. അടിത്തറ വരെ പൊളിച്ചിട്ടിരിക്കുന്ന ഒരു ദേവാലയമാണ്. പക്ഷേ ഇവർക്ക് ദൈവം പൈസ കൊടുത്തു. എത്രയെന്ന് പറയുന്നുണ്ട്, 69-ാം വാക്യം. എല്ലാവരും ഔദാര്യദാനം കൊടുത്തു. അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള മണ്ണാരത്തിലേക്ക് 61,000 തങ്കക്കാശും 5,000 മാന വെള്ളിയും. ഇത് ഏതാണ്ട് 61,000 തങ്കക്കാശ് എന്ന് പറയുമ്പം മില്യൺ കണക്കിന് ഡോളറാണ്. മില്യൺസ് ഓഫ് ഡോളേഴ്സാണ്. നമ്മുടെ ഇന്ന് ഡോളറിന് ഭയങ്കര റേറ്റാണ്. ആ റേറ്റിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ കണക്കിൽപ്പെടാത്ത പൈസയാണ്. ഇത്രയും പൈസ കിട്ടി അവർക്ക് പോരാൻ വേണ്ടി. ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിൻ്റെ പണിക്ക് പണം പ്രശ്നമല്ല. ദൈവം ഒരു വഴി തുറന്നാൽ, ദൈവം ഒരു നിയോഗം തന്നാൽ, നിൻ്റെ വഴിയല്ല എൻ്റെ വഴി, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വഴികൾ വലുതാണ്. ഇന്ന് നമുക്കറിയാം, വലിയ പ്രതിസന്ധി കൂടാണ് ഭാരതസഭ പോകുന്നത്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ദൈവപ്രവൃത്തിക്ക് പണം എന്തല്ല, തടസ്സമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു കാലഘട്ടത്തിൽ അടിമത്തത്തിൻ്റെ പ്രവാസത്തിൻ്റെ നൊമ്പരം പേറിക്കൊണ്ടിരിക്കുന്ന ജനത്തിലേക്ക് രാജാവിനെ ഉണർത്തിയിട്ട് ദൈവം പറഞ്ഞു, പോയി എൻ്റെ ദൈവമായ യഹോവയ്ക്ക് എന്ത് പണിയാൻ? ആലയപ്പണി. കരങ്ങളെല്ലാം ഉയർത്തി പറഞ്ഞ്, പണം ദൈവത്തിന് എന്തല്ല, പ്രശ്നമല്ല. എങ്ങനെ? ദൈവത്തിൻ്റെ കയ്യിൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. നിൻ്റെ വഴിയല്ല എൻ്റെ വഴികൾ, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് പണം എന്തല്ല, പ്രശ്നമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ, ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത്, ഇവർ ജനം വന്നു,
പക്ഷേ വന്നിട്ട് ഇവർ താന്താൻ്റെ പട്ടണങ്ങളിലേക്ക് പോയി. ഈ ദേവാലയത്തുമായിട്ട് യെരുശലേമിലേക്ക് വന്നെങ്കിലും ഇവരുടെ അപ്പന്മാരും ഈ പ്രവാസത്തിൽ പോകാത്ത പ്രായമുള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ തപ്പിപ്പിടിച്ചിട്ട് കുടുംബക്കാരെയൊക്കെ വീട്ടിൽ പോയി. വന്നത് എന്ത് പണിയാനാ? ഇപ്പം എന്തായി? ബന്ധുവീട് സന്ദർശനമായി. അവർ താന്താങ്ങളുടെ വീടുകളിൽ പോയി താമസിച്ചു. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ഉദ്ദേശത്തിൽ നിന്ന് ഇച്ചിരി മാറിപ്പോയി. പക്ഷേ വീണ്ടും ദൈവം അവരെ കൂട്ടുപെടുകയാണ്. അങ്ങനെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ 7-ാം മാസത്തിൽ ജനം എന്തു ചെയ്തു? ഒരുമനപ്പെട്ടു. പറഞ്ഞേ, ജനം എന്തു ചെയ്തു? ഒരുമനപ്പെട്ടു. പറഞ്ഞേ, ഒരുമനപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് സെരുബ്ബാബേലും അവൻ്റെ സഹോദരന്മാരും 2-ാം വാക്യം എഴുന്നേറ്റു. ആ വാക്കുകളെല്ലാവരും ചേർന്ന് പറഞ്ഞേ. 1 ഒരുമനപ്പെട്ടു, 2 എഴുന്നേറ്റു. ഉറക്കെ പറഞ്ഞേ. ഒരുമനപ്പെട്ടു, 2 എഴുന്നേറ്റു. എന്ത് ചെയ്യുന്ന? അവരുടെ ദൈവ പദ്ധതിക്കായിട്ട് അവർക്കൊരു എഴുന്നേൽപ്പ് വേണമായിരുന്നു. എഴുന്നേറ്റു. ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ വായിച്ചേ. ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. മതി, എഴുതിയിരിക്കുന്നത് പോലെ. അപ്പോൾ ഒരുമനപ്പെട്ട്, എഴുന്നേറ്റ്, അടുത്തത് എഴുതിയിരിക്കുന്നത് പോലെ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പുള്ളിയെങ്കിലും മാറ്റാൻ പാടില്ല. അപ്പോൾ ഉണർവിൽ എന്തും നടക്കാൻ പാടില്ല. ഉണർവ് എങ്ങനെയാണ് നടക്കാവൂ? ദൈവവചനത്തിന് വിരുദ്ധമായിട്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നടക്കാൻ പാടില്ല. നമുക്ക് ഉപദേശങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ ഒരിക്കലും എന്താകാൻ പാടില്ല? ഉപദേശമാകാൻ പാടില്ല. ഉപദേശം കാർക്കശ്യമാണ്. അപ്പം എങ്ങനെ ആയിരിക്കണം ഉണർവ്? എഴുതിയിരിക്കുന്നത് പോലെ. പറഞ്ഞ് എന്തുപോലാണ്? എഴുതിയിരിക്കുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ പണ്ടത്തെ നിലയിൽ പണിയുകയാണ്. പണ്ടത്തെ നിധിയിൽ. എന്നിട്ട് അവർ യാഗപീഠം പണിതു. അപ്പോൾ ഉണർവിന് വേണ്ടി അവർ യാഗപീഠം പണിതു. 4-ാം വാക്യം എഴുതിയിരിക്കുന്ന പോലെ അവർ കൂടാരപ്പെരുന്നാൾ ആചരിച്ചു. ഓരോ ദിവസത്തേക്കുള്ള നിയമപ്രകാരം അതത് ദിവസത്തിൻ്റെ ആവശ്യം പോലെ അവർ ഹോമയാഗം കഴിച്ചു. ഇങ്ങനെ അവരെങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ താപ്പോട്ട് വരുമ്പം കാണുന്നു, എല്ലാവരും കൂടെ വായിച്ച് സെരുബ്ബാബേലും അവർ യെരൂശലേമിലെ ദേവാലയത്തിങ്കൽ എത്തിയതിന്റെ 2-ാം ആണ്ട് 2-ാം മാസം ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർ എല്ലാവരും കൂടി പണി തുടങ്ങി. എല്ലാവരും പറഞ്ഞ് ഒരുമനപ്പെട്ടു, എഴുന്നേറ്റു, എഴുതിയിരിക്കുന്നത് പോലെ യാഗപീഠം പണിതു. വീണ്ടും പറയുന്നു, ആരൊക്കെ കൂടിയാ പണിതത്? എല്ലാവരും കൂടി. പറഞ്ഞേ, ആരാണ്? എല്ലാവരും. അതെല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ച് പറഞ്ഞേ, എല്ലാവരും കൂടെ പണിയാണ്. എല്ലാവർക്കും ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത അധ്യായത്തിൽ കാണുന്നു, അടുത്ത വാക്യത്തിൽ 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിൻ്റെ പണി നടത്തുവാൻ നിയമിച്ചു. അല്ലേ? വീണ്ടും അതിൻ്റെ 9-ാം വാക്യം അവസാനിക്കുമ്പോൾ അവർ ഒരുമനപ്പെട്ട് നിന്നു. ഇനിയും പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ ഇസ്രായേൽ രാജാവിൻ്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫിയരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആ വാക്ക്, നമ്മൾ കുറച്ച് വാക്കുകളാണ് ഇവിടെ ശ്രദ്ധിച്ചത്. ഒരുമനപ്പെട്ടു, എഴുന്നേറ്റു, എഴുതിയിരിക്കുന്നത് പോലെ, പിന്നെ എല്ലാവരും കൂടി. പറഞ്ഞേ, ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആരൊക്കെ? എല്ലാവരും. പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. അപ്പോൾ എല്ലാവർക്കും ദൈവം എന്തോ കൊടുത്തിട്ടുണ്ട്? ആലയം പണിക്ക് ഒരു റോളുണ്ട് എല്ലാവർക്കും. അത് ചെറിയവർക്കും വലിയവർക്കും എല്ലാം ഉണ്ട്. ഉണ്ട്. എല്ലാവർക്കും ഉണ്ടോ? ഞാനത് പറയുമ്പോൾ സന്തോഷത്തോടെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ സഭയിലെ ഒരു അച്ചാനുണ്ടായിരുന്നു. ഒരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന്. ഞാൻ ചോദിച്ചു, അച്ചാൻ എന്ത് ചെയ്യാം, എന്താ അറിയാം? അദ്ദേഹം പറഞ്ഞ്, എന്താ അറിയാമെന്ന് ചോദിച്ചാൽ നല്ല ചായ അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിക്ക് ചായ അടിക്കാൻ എല്ലാ ക്രമീകരണം ചെയ്തു കൊടുത്തു. അപ്പം ഞായറാഴ്ച രാവിലെ പുള്ളി ചായ, ഇപ്പം ഇച്ചിരി സങ്കടം, കാരണം ഈ ഗ്യാസ് കുറഞ്ഞത് കൊണ്ട് ലൈവ് ചായ അടിക്കാൻ ഇച്ചിരി നമ്മൾ പറഞ്ഞ ഇടയ്ക്ക് ഇതിനകത്തൊക്കെ വെക്കാം. എന്തായാലും പുള്ളി രാവിലെ ലൈവ് ചായയുമായിട്ട് നിൽക്കും. എന്ത് മനുഷ്യരാണ് വന്ന് ചായ കുടിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഈ വലിയ യോഗ കിടക്കാൻ പുള്ളിക്ക് ഒരു ഡിമാൻഡേ ഉള്ളൂ, പുള്ളിയുടെ അവിടത്തേക്ക് തന്നെ ഒരു മൈക്ക് വെച്ച് കൊടുക്കണം.
കാരണം പുള്ളിക്ക് പാട്ട് കേൾക്കണം. പുള്ളി ഇപ്പം അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് ചായ അടിക്കുന്നത്. അതിൻ്റെ വീഡിയോ ആരാണ്ട് എടുത്ത് അത് ലൈവ് ഭയങ്കര വൈറലായി. പുള്ളി അന്യഭാഷ പറഞ്ഞ് ചായ അടിക്കുന്നു, ചാടി ചായ അടിക്കുക. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. എന്ത് രസമാണെന്നറിയാം കാണാൻ. എല്ലാവരും രാവിലെ വന്നിട്ട് നല്ല കട്ടുപ്പത്തിൽ മധുരം കൂട്ടി ഒരു ചായ എന്നൊക്കെ പറയുമ്പോൾ എടുത്ത് ചായ അടിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുടിക്കാൻ ഒരു സുഖമല്ലേ, വെളുപ്പിനെയൊക്കെ വരുന്നവരല്ലേ. അപ്പം ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കർത്താവിൻ്റെ മോഹൻ സി ലാസറസിൻ്റെ ഒരു മീറ്റിംഗ് കോവിഡിന് തൊട്ട് മുമ്പ് വെള്ളപ്പൊക്കത്തിന് ശേഷം അവിടെ വെച്ച് നടത്തി. അതൊരു 1500-2000 പേര് കൂടിയ വലിയൊരു മീറ്റിംഗായിരുന്നു. അപ്പോൾ ആ മീറ്റിംഗ് വെച്ച് വന്നിട്ട് പോയ ഒരു വലിയ ദൈവദാസൻ, അദ്ദേഹം എന്നെ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നൊരു ഹൈന്ദവ സഹോദരനാണ്. ഹൈന്ദവ സഹോദരൻ വന്നിട്ട് തിരിച്ചു പോയ വഴിക്ക് പറഞ്ഞു, അപ്പം മുറ്റത്തെല്ലാം LED ബോളും ഒക്കെ ഉണ്ട്, നിങ്ങളവിടെ പ്രസംഗിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ രാവിലെ തൊട്ട് ആ ചായ അടിക്കുന്ന മനുഷ്യനെ ശ്രദ്ധിച്ചു. ഒരു നിരാശയില്ലാതെ ക്ഷീണമില്ലാതെ അടിച്ച്. പുള്ളിയുടെ മുഖത്തൊരു വെട്ടം ഉണ്ടായിരുന്നു. ആ വെട്ടം ഒരു ദൈവതേജസ്സായിരുന്നു. അതെന്നെ സ്വാധീനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എന്തോ ഉണ്ട്, ഒരു റോളുണ്ട്. ഉണ്ടോ? എല്ലാവരും പറഞ്ഞേ, എല്ലാവരും കൂടി എന്ത് നടത്തി? പണി നടത്തി. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊരു ഗ്യാപ്പാണ്. അപ്പം കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ഉണർവിനൊരു പണിയുണ്ട്, ഉണർവിനൊരു റോളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമനപ്പെട്ട് എഴുന്നേറ്റ് എഴുതിയിരിക്കുന്ന പോലെ എല്ലാവരും കൂടി പണിതു. ആരൊക്കെ? എല്ലാവരും കൂടെ എന്ത് ചെയ്തു? പണിതു. ദൈവസഭ പണിയപ്പെടുന്നത് ദൈവദാസം മാത്രമല്ല, ദൈവമക്കൾക്ക് എല്ലാവർക്കും റോളുണ്ട്. ഏറ്റവും നല്ലൊരു റോള് ചെയ്യാൻ ഒക്കുന്നത്, ആരെങ്കിലും പുതുതായിട്ട് വന്നാൽ ഒന്ന് ചിരിക്കാൻ ഒക്കുമോ? വലിയൊരു കാര്യമാണ്. ചിലരുടെ മുഖം കണ്ട പിന്നെ ജീവിതത്തിൽ ആ വഴിക്കോട്ട് വരാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ദൈവത്തെ ഓർത്ത് എല്ലാവരും പറയും, ഇനി ഞാൻ വളരെ ലോല മനസ്കനാണ്. എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് മുഖം വീർപ്പിച്ച് എന്നെ കാണിച്ചാൽ ഞാൻ നിങ്ങളെ ഇറക്കി വിടും, അല്ല ഞാൻ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മോന്ത വീർപ്പിച്ച് കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ പ്രസംഗിക്കത്തുള്ളൂ. കാരണം എനിക്ക് വലിയ ഭയമാണ്, ഭാരമാണ് ഇങ്ങനിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ഇമ്പ്രഷൻ എന്താ? നമ്മൾ പ്രസംഗിക്കുന്നത് എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അപ്പം ഒരാൾ മുമ്പിൽ സജീവമായിട്ടുണ്ടെങ്കിൽ നമുക്കെന്തോ സന്തോഷമാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഏത് ദൈവദാസനോടും ചെയ്യാവുന്നൊരു ഉപകാരമുണ്ട്, ചിരിച്ചുകൊണ്ടൊന്ന് കാണിക്കുക. ഒരാൾ പുതുതായിട്ട് വന്നാൽ എന്തോ ചെയ്യണം? ഒന്ന് ചിരിച്ച് കാണിക്കണം. സഹോദരൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കണം. അത്രയും മതി. പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയണം. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണം. ഒരു സഹോദരിയാണെങ്കിൽ മോളെ എന്നൊക്കെ ഒന്ന് വിളിച്ചാൽ, അവർക്ക് പ്രായമുള്ളവരാണെങ്കിൽ മോളെ എന്നൊക്കെ മോൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്നൊക്കെ പറഞ്ഞാൽ, ഇനിയും വരണമെന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും അവിടെ ചെന്ന് സ്നേഹമുള്ളവരെല്ലാവരും കേട്ടോ. അവിടെ ചെന്നപ്പോൾ എല്ലാവരും എന്തായിരുന്നു? സ്നേഹമുള്ളവരാ എന്ന് തോന്നണം. ഇനി ഇല്ലേലും തോന്നിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു റോളുണ്ട്. ഉണ്ടോ? എല്ലാവർക്കും എന്തുണ്ട്? റോളുണ്ട്. പറഞ്ഞേ, എല്ലാവർക്കും എന്തുണ്ട്? ഉണ്ട്. ചിലർ ഭക്ഷണം വെക്കുന്നവരായിരിക്കും, പക്ഷെ അവർക്കും വലിയൊരു റോളാണ്. ചിലർ കസേര ഇടുകയായിരിക്കും, അവർക്കും എന്താണ്? റോളാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, എല്ലാവരെയും കൂടെ നിർത്തി എന്ന് പറഞ്ഞേ. ഇതിനെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് ഈ ഉണർവിൽ എല്ലാവരെയും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. അപ്പോൾ ഈ ഉണർവ് ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് ദൈവം തന്ന ആശയങ്ങളാണ് പറയുന്നത്. എല്ലാവരെയും കൂടെ നിർത്തണം. വേണ്ടേ? അമ്മച്ചിയെ ഈ മൈക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കട്ടെ. നടക്കുമോ? ഇല്ല. ഞങ്ങളുടെ അവിടെ ഒരു പിള്ളേരിന്ന് ഓപ്പറേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം, എനിക്കിത് അറിയത്തില്ല. ഞാൻ ചുമ്മാ പറയും, ഹൗള് ചെയ്യുന്നു, ബേസ് കുറയ്ക്ക്, ബാസ് കൂട്ട്, കുറയ്ക്ക്, ട്രിപ്പിൾ കൂട്ടെന്നൊക്കെ പറയും. ഇതൊന്നും അറിയാവുന്നിട്ട് പറയുന്നതല്ല, നമ്മൾ ചുമ്മാ അങ്ങ് പറയുന്ന. ഇവർ വേണ്ടേ? ഞങ്ങളുടെ സഭയിൽ ഒരു പയ്യനെ എന്നും ഒരാളങ്ങ് വഴക്ക് പറയാം, ഹൗള് ചെയ്യുന്നടോ. ഒരു ദിവസം ഇവനങ്ങ് ദേഷ്യം കയറി, ഇവൻ കയറി ആളെ അങ്ങ് പിടിച്ചു, ഇരിക്കടോ ഇവിടെ നിന്ന് പറഞ്ഞു. വേണ്ടേ? അച്ഛനറിയാതിരിക്കാൻ? എനിക്കും അറിയത്തില്ല, പേടിക്കണ്ട. അപ്പോൾ ചിലപ്പോൾ ഒരു ഹൗള് ചെയ്തെന്ന് പറയും. ഈ പിണറായി വിജയൻ സാറ് ഗോവിന്ദൻ മാഷും മൈക്കുകാരുടെ ചൂടായപ്പോൾ കാപ്പിപ്പൊടി അച്ഛൻ പറയുന്നൊരു മറുപടി വൈറലായിരുന്നു. കാപ്പിപ്പൊടി അച്ഛൻ മൈക്കുകാരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പാലായി വെച്ച് പറഞ്ഞു, ഇവർ ചൂടായപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഒരുവനും അവൻ്റെ തൊഴിൽ കുളമാക്കാൻ വേണ്ടി ഒന്നും എന്ത് ചെയ്യത്തില്ല. ഒരാളും അവനവൻ്റെ തൊഴിൽ കുളമാക്കാൻ വേണ്ടി വല്ലതും ചെയ്യുമോ? ഇല്ല. അപ്പോൾ അവൻ്റെ അബദ്ധം പറ്റിയതാ. അവൻ്റെ തൊഴിൽ ഒരിക്കലും കാരണം ഈ സിസ്റ്റം എല്ലാം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുക. ഇതെല്ലാം ഇലക്ട്രിക്കലല്ലേ.
അപ്പം ചിലപ്പം അതിനകത്ത് ഇവർ ഈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഇവരുടെയും പാടാണ്. ഞങ്ങളുടെ പവർ വിഷനിൽ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കയറുമ്പം പിള്ളേർ പറയും കൂട്ടിക്കോ ശോകമാണ്. നമ്മൾ പതുക്കെയല്ലേ പറയത്തുള്ളൂ. അതേസമയം ഷാജി എമ്പോൾ പാസ്റ്റർ വരുമ്പോൾ അവർ പറയും രൗദ്രമാണ്, കുറച്ചോളം പറയും. പുള്ളിയുടെ സൗണ്ട് കഴിയിട്ടില്ലേ? അയ്യോ, പുള്ളി എങ്ങനെ അത്രയും ഒച്ചയെടുത്ത് പറയുന്നത് എനിക്ക് അത്ഭുതമാണ്. എന്നിട്ടും ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതുപോലെ ഒച്ചയാവും പുള്ളിക്ക് ആവേശം കയറി. പുള്ളി അതാണ്, ഞാനിങ്ങനെയാണ്. അപ്പോൾ ചിലർ കൂട്ടുമ്പം കയറുമ്പം കൂട്ടണം, ചിലർ കയറ്റുമ്പോൾ കുറയ്ക്കണം. ഇതെല്ലാം ചെയ്യാൻ ഒരാൾ വേണ്ടേ? അവരെ നമ്മൾ എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. അവരെന്ത് ചെയ്യണം? കൂടെ നിർത്തണം. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ഒരിടത്ത് ചെന്നപ്പം പാട്ടുകാരെന്നോട് വന്ന് പറഞ്ഞാണ്, പാസ്റ്ററെ അന്ന് വന്ന പാസ്റ്റർ ഇവരിറങ്ങിപ്പോയി കാപ്പിടിക്കാനായിട്ട് പോയപ്പം അവരെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പാസ്റ്റർ എപ്പോഴാണ് വന്നേ? അല്ല, ഞാനിപ്പോൾ ഇന്ന് വന്നപ്പം 11:45 മനഃപൂർവ്വം അല്ല, ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ 2 മണിയായി. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പം കുറച്ച് കാര്യങ്ങൾ, ഇവിടെ വന്നപ്പം 11:45. പിന്നെ പെട്ടെന്ന് കുളിച്ച് കയറി വന്നാണ്. അപ്പം ഞാൻ 11:45 വരുന്നിടം വരെ ഇവിടെ യോഗം നടക്കണമെങ്കിൽ എന്തോ ചെയ്യണം? പാടാൻ ആൾ വേണ്ടേ? വേണം. അപ്പം നിങ്ങൾ താമസിച്ചാൽ ചവിട്ടി നീട്ടേണ്ടതാരാ? പാസ്റ്റർ താമസിച്ചാൽ ചവിട്ടി നീട്ടേണ്ടതാരാ? പാട്ടുകാരാണ്. ചവിട്ടി കുറയ്ക്കേണ്ടത് ആരാ? പാട്ടുകാരാ. സത്യമല്ലേ? 4 മണിയാകുമ്പോൾ ഞങ്ങൾ അവരെന്നോട് പറഞ്ഞാണ്, മൈക്കെല്ലാം സെറ്റ് ചെയ്ത് ഹലോ എന്ന് വെച്ച് പിന്നെ സോളോ പാടി. ആദ്യം ആരുമില്ലായിരുന്നു. പാസ്റ്റർ പറഞ്ഞ് തുടങ്ങിക്കോളാൻ. ആരും ഇല്ലാതെ ഞങ്ങൾ പാടിത്തുടങ്ങി. കുമാരി ഗായിക പാടുകയാണ്. 5-6 സോളോ ഒക്കെ പാടിയപ്പോഴാണ് പതുക്കെ വരുന്നത്. പിന്നെ കുറേ നേരം കൈയടിച്ച് പാടി, പിന്നെ എഴുന്നേറ്റ് നിന്ന് പാടി. ഇതെല്ലാം 3 മണിക്കൂറായി തുടങ്ങിയിട്ട്. ഇത് കഴിഞ്ഞൊരു വെള്ളം കുടിക്കാൻ പോയതാണോ ഇത്രയും വലിയ പ്രശ്നം ചോദിച്ചു. സത്യമല്ലേ? കാരണം നമുക്കിതിനെപ്പറ്റി വല്ലതും അറിയാവോ? എനിക്കറിയത്തില്ല. എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട് തുടങ്ങരുത്, പറയുകയോ ചെയ്യാവോ. കാരണം ഞാൻ തുടങ്ങിയാൽ ഇവർക്ക് വരാനൊക്കത്തില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മരിച്ചുപോയൊരു ബിജു കർഗയിലില്ലേ, ഗിറ്റാറിസ്റ്റ്, പവർ വിഷൻ്റെ നല്ല പാട്ടുകാരൻ. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, പ്രിൻസ് ഇങ്ങനൊന്നും പോയാൽ പോരാ. ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. നമ്മൾ വല്ലതൊക്കെ അറിയാമെന്ന് തോന്നിപ്പിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചാൽ അതന്നെ, ഏത് പാട്ടാണ് പാടുന്നത് നേരത്തെ എന്നോട് പറയാമെങ്കിൽ ഞാൻ അതിൻ്റെ സ്കെയില് പറയാം. ഡി മേജർ, അപ്പോൾ ഇങ്ങനെ കാണിക്കണം, മൈനറാണ് ഇങ്ങനെ കാണിക്കും. അപ്പം പുള്ളി എന്നെ പഠിപ്പിച്ചു. അപ്പം ഞാൻ അവസാനം പുള്ളിയെ നോക്കിയിട്ട് പറഞ്ഞു, സഹോദര ഡി മേജർ. ഇപ്പം ഈ കേൾക്കുന്നവർക്ക് ഓർക്കും എനിക്ക് അതിൻ്റെ സംഗീതമായിട്ട് അറിവുണ്ട്. അന്നാണ് എനിക്ക് പിടികിട്ടിയത് ഈ പറയുന്ന എല്ലാം ഒന്നും അറിയാത്തവരാ. ഇവർ നേരത്തെ ഇവരോടൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ അങ്ങ് പറയുന്നത്. നമുക്ക് തോന്നുന്നു ഇവർക്ക് സംഗീതമായിട്ട് അതൊരു വലിയ അറിവാന്ന്. പക്ഷേ ഈ പാടണേ ആര് വേണം? ഇവർ വേണം. നമ്മൾ തുടങ്ങിയാൽ ഇതിൻ്റെ കൂടെ വരണമെങ്കിൽ വലിയ പാടാണ്. അതിന് ആര് വേണം? പിള്ളേർ വേണം. ഇനി ഇടയ്ക്ക് നമ്മൾ പാട്ട് പാടിയാൽ ഒന്ന് കൈ അടുപ്പിക്കണേ ആര് വേണം? അവർ വേണം. അവരിടയ്ക്ക് വെള്ളം കുടിക്കാൻ പോയാലും അവരെ എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. അവരെ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ഒരു ഉപദേശമുണ്ട്, ക്ഷമിക്കണേ, പുള്ളി കയറിയ ഉടനെ വിശ്വാസികളെല്ലാം അങ്ങ് പറയും. അപ്പോൾ എൻ്റെ അമ്മ പുള്ളിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ ഇരിക്കാൻ ഇവരില്ലെങ്കിൽ നീ ആരോട് പ്രസംഗിക്കും? നിങ്ങൾ വന്നിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരോട് പ്രസംഗിക്കും? അപ്പം നിങ്ങൾ വന്ന് വലിയ കാര്യമല്ലേ? പിന്നെ രാവിലെ ഒട്ടിയിരിക്കുകയല്ലേ? പ്ലാസ്റ്റിക് അരസ്ഥ ഇരുന്നാൽ നോവത്തില്ലേ കുറച്ച് കഴിയുമ്പോൾ? എന്നിട്ട് നിങ്ങൾ 2-3 മണിക്കൂർ ഇരുന്നില്ലേ? അപ്പം നിങ്ങളും വലിയ കാര്യമല്ലേ? ഇരുന്നില്ലെങ്കിൽ എന്തോ ചെയ്യും? അപ്പം നമുക്കെല്ലാവരും വേണ്ടേ? ഇവരെല്ലാം കൂടെ നിർത്തുന്നതിൻ്റെ പേരെന്താ? ഉണർവിൽ എല്ലാവരും കൂടെ വേണം. സഭയാണോ? എല്ലാവരും വേണ്ടേ? വേണം. നമുക്കെന്തെങ്കിലും പറയാനൊക്കുമോ? നോഹയുടെ പെട്ടകം പോലെ. നോഹയുടെ പെട്ടകത്തിൽ ജിറാഫില്ലായിരുന്നോ? ജിറാഫിൻ്റെ പ്രശ്നം എന്താ? ജിറാഫിനൊരു പ്രശ്നം, ഇവിടെ നിന്നാലും തല നീട്ടി അപ്പുറത്തുനിന്ന് കടിക്കും. ഈ സഭയിൽ നിൽക്കുമ്പോഴും ആ സഭയിൽ അയ്യോ എൻ്റെ പാസ്റ്റർ എന്താ വാന്നറിയാമോ? അവിടെ നമുക്ക് അവിടുത്തെ പോലെ ഡിസിപ്ലിൻഡായിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ മെമ്പർഷിപ്പ് ഒന്നും കൊടുക്കത്തില്ല. അവർ വളരെ സ്തോത്രം രക്തം ചെയ്യും എന്നൊക്കെ പറയുന്നത് ജിറാഫ. എന്നാൽ മോൻ അങ്ങോട്ട് പൊക്കോളം പറഞ്ഞാൽ പോത്തുമില്ല. ഞങ്ങളുടെ ഒരു ഉപദേശം ഉണ്ടായിരുന്നു, അങ്ങനെ വരുന്നവരെ പുള്ളി വണ്ടിയെ ചെന്ന് കയറ്റിയിട്ട് പറയും, മോനെ നിന്നെ ഞാൻ അവിടുത്തെ പാസ്റ്ററുടെ കയ്യിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുക. അല്ലച്ചാ എനിക്ക് പോകണ്ട. അല്ല നീ പോയേ ഒക്കത്തുള്ളൂ. പുള്ളി വണ്ടിയെ കയറ്റിയിട്ട് സൂത്രത്തിൽ വിളിച്ച് കയറ്റി പറയും, മോനെ ആ സഭയെ ഞാൻ നിന്നെ കൊണ്ടാക്കാൻ പോവാ, നീ അതിൻ്റെ ഗുണം പറഞ്ഞില്ല. അയ്യോ അച്ഛൻ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് പോകണ്ട. അല്ല മോൻ പോകണം, എൻ്റെ വകയായിട്ട് നിന്നെ ഞാൻ അവിടെ ആക്കുക. പോമോ? ഇല്ല. പക്ഷേ ഇവരും എന്ത് വേണം? കൂടെ നിർത്തണം. വേണ്ടേ? ചിലരുണ്ട് പതുക്കെ വരത്തുള്ളൂ. യോഗം തുടങ്ങി
ആടി ആടി വളരെ ലാസ്യതയിൽ വന്നിരിക്കും. ഇവരാണ് ഈ ആശീർവാദം കഴിയുന്നതിന് മുമ്പ് എന്തും ചെയ്യും, എഴുന്നേറ്റപ്പോൾ. അങ്ങനെ ആശീർവാദം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പാസ്റ്റർ ദണ്ണപ്പെട്ടൊരിക്കൽ പറഞ്ഞു, എല്ലാവരും കണ്ണടച്ച് യേശുവെ രക്തം ചെയ്യും. ഇതാ ഒരു പിശാച് വിട്ടുപോവുകയാണ്, ആലയം വിട്ടുപോകുന്നു. അതോടെ പുള്ളിയുടെ കാര്യത്തിന് തീരുമാനമായി. ഇപ്പോൾ ഇതാ ഒരാൾ ഒരു പിശാച് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. പുള്ളിയുടെ കാര്യത്തിന് തീരുമാനമായി കേട്ടോ. ജനം അങ്ങ് ഒന്നിച്ചു. പുള്ളി ഒന്ന് പൊട്ടിയതാ എന്നും പോന്നതിനും പറഞ്ഞ്. പക്ഷെ പറയാൻ ഒക്കുമോ? ഇല്ല. ഇവരെല്ലാവരും എവിടെ വേണം? കൂടെ നിർത്തണം. കൂടെ നിർത്തിയാലേ നാളെ ഇവർ ശരിയാകത്തും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓർക്കപ്പെടേണ്ടതായി, നമ്മൾ ഞങ്ങളുടെ ഒരു സഹോദരന് വലിയ കംപ്ലൈൻ്റാണ്, ഇവിടെ നിൽക്കുന്ന പിള്ളേരാരും ആത്മാവിനാൽ പണിയപ്പെട്ടവരാണെന്ന് പറഞ്ഞു. ആത്മാവിനാൽ പണിയപ്പെട്ടവരല്ല. അപ്പം ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞപ്പം ഭയങ്കര മഴ പെയ്തു. മഴ പെയ്തപ്പോഴത്തേന് വേസ്റ്റ് എല്ലാം കൂടെ കിടന്നങ്ങ് അളിഞ്ഞ് പൊളിഞ്ഞ് അങ്ങ് കുളമായി. നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുള്ള പ്രോപ്പർ സംവിധാനങ്ങൾ ഇപ്പോഴും ഇല്ലല്ലോ. അപ്പം ഇതെല്ലാം കൂടെ വാരി ഞങ്ങളുടെ വേറൊരു സ്ഥലത്ത് കൊണ്ടൊരു കുഴിയെടുത്ത് എല്ലാം മറയ്ക്കാൻ വേണ്ടി ഇവർ വണ്ടിയിലോട്ട് കയറ്റി കൊണ്ടുപോകുമ്പോൾ ഇതിനകത്ത് ഡബ്ബ മറഞ്ഞു പോയി. ഇത് പിന്നെ അവർ വാരിയിട്ടു. ഇപ്പം കുറേ പിള്ളേരുണ്ട്, എല്ലാം ഇച്ചിരി മുടിയൊക്കെ ഉള്ളവരും പാവം പിടിച്ച പിള്ളേരൊക്കെ. ഇതുങ്ങളെല്ലാം കൂടെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വന്നപ്പോൾ നാറിപ്പുഴുത്താണ് വരുന്നത്. അളിഞ്ഞ് പൊളിഞ്ഞ് കഷ്ടം തോന്നും. അപ്പോൾ വന്ന കൂട്ടത്തിൽ വന്ന ആളിന് പറഞ്ഞു, പാസ്റ്റർ ജി ഇനി വന്നേ, ഞങ്ങളെ കണ്ടോ? കണ്ടു മക്കളെ. ആത്മാവിനാൽ പണിയപ്പെട്ട ആരെങ്കിലും വേസ്റ്റ് കോരാൻ കിട്ടുമോ? ഞാൻ ചോദിക്കുക, ഈ മുമ്പിൽ ഇരുന്ന് കൈയടിച്ച് ആരാധിക്കുന്ന ഒറ്റയാളെ വേസ്റ്റ് കോരാൻ കിട്ടുമോ? വേസ്റ്റ് കോരണമെങ്കിൽ ഈ മുടി വളർത്തിയവനും കീറിയ പാൻ്റ് ഇട്ടവനും ലോ വേസ്റ്റ് ഇട്ടവനും ഒക്കെ എന്തിനു കിട്ടത്തുള്ളൂ? കസേര ഇടാനൊക്കെ കിട്ടത്തുള്ളൂ. അല്ല, ആത്മാവിനാൽ പണിയപ്പെട്ട ആരെങ്കിലും പോസ്റ്റ് ഒട്ടിക്കാൻ കിട്ടുമോ? കിട്ടത്തില്ല, കിട്ടത്തില്ല. അല്ല, വലിയ കുടുംബമഹിമ പറയുന്ന ആരെങ്കിലും കിട്ടുമോ? ഞാൻ 10,000 പേരുള്ള ഒരു സഭയുടെ പാസ്റ്റർ, കിട്ടത്തില്ല. ഇതിനാര് വേണം? അവരുടെ ഭാഷയെ പറഞ്ഞാൽ ആത്മാവിനാൽ അവരൊക്കെ അങ്ങ് പണിയപ്പെട്ടോളൂ. ഇവരെല്ലാം കൂടെ നിർത്തുന്നതിൻ്റെ പേരാണ് പാസ്റ്റർ. പാസ്റ്റർക്ക് എല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. വേണ്ടേ? എല്ലാവരും എന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ? കൂടെ നിർത്തണ്ടേ? വേണ്ടേ? അതോ പറഞ്ഞു വിടണോ? പറഞ്ഞു വിടണോ? പറഞ്ഞു വിടണോ? വേണ്ട. ഞങ്ങളുടെ അവിടെ ഒരു ഇച്ചിരി ബീഡി വലിക്കുന്നവരൊക്കെ ചർച്ച വരുന്നുണ്ട്, സത്യമാണ്. ഞാൻ അവരെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചപ്പോൾ അവിടെ സൗകര്യന്മാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ചായം വിടരുത്. അച്ചായം വിട്ടാൽ കുറയത്തില്ല, ഇത് കൂടത്തേ ഉള്ളൂ. 2, ഞങ്ങളെ എന്തിനു വിടത്തില്ല? യോഗത്തിന് വിടത്തില്ല. 3, ഞങ്ങളുടെ പിള്ളേരെ എന്തിനു വിടത്തില്ല? യോഗത്തിന് വിടത്തില്ല. അത് വേണോ? അച്ഛൻ അവിടെ വന്നിരിക്കുന്നുണ്ട്, പാസ്റ്റർക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്നെ ഓർത്ത് അച്ഛൻ അവിടെ, സത്യമല്ലേ? നാളെ ഇവരെന്തോ ചെയ്യും? ഇവരെല്ലാം ശരിയാവും. എൻ്റെ അനുഭവത്തിൽ ഇവരെല്ലാം, ഞങ്ങളുടെ ഒരു അച്ഛൻ എന്നും വലി നിർത്തും, വലി നിൽക്കും. അപ്പം പുള്ളിയോട് ദൂത് പറഞ്ഞിട്ടാ, നീ ഇനിയും വലിച്ചാൽ നീ ഇരിക്കുന്ന കമ്പെന്ന് കുട്ടിഞ്ഞ് താഴെ വീണ് വീടി വലിക്കുന്ന കൈ ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഒരു മരത്തെ കയറി ഇരുന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എടി കുഞ്ഞോഞ്ചാൻ ദൂത് വീടി കത്തിച്ചോണ്ടാണ് പറയുന്നത്, താഴെ വീഴും, വീടി വലിക്കുന്ന കൈ ഒടിയുമെന്ന് പറഞ്ഞത് താഴെ വന്ന ആ പ്ലാസ്റ്റർ ഇട്ടപ്പോൾ വീടി വലി നിർത്തി. പക്ഷെ പിന്നെ എന്ത് തുടങ്ങി? വീടി വലി തുടങ്ങി. പാവമാണ്, എന്നും ആഗ്രഹമുണ്ട്, ഒക്കുന്നില്ല. ഒടുവിലൊരു മോളുണ്ടായിരുന്നു, സുന്ദരി ഒരു പെണ്ണ പിടിക്കുക. അവിടെ ബ്രസ്റ്റിൽ ഒരു തടിപ്പ് വന്നപ്പോൾ അവൾ ബയോപ്സിക്ക് പോകുമ്പോൾ അപ്പാട് പറഞ്ഞു, അപ്പാ ക്യാൻസർ ആണെങ്കിൽ എൻ്റെ ജീവിതം തീർന്നില്ലേ, കൊച്ചു പെണ്ണ്. ആ പുള്ളി അവിടെ നെഞ്ചത്ത് തൊട്ട് സത്യം ചെയ്ത്, കർത്താവെ ഞാൻ ഇന്ന് തൊട്ട് വീഡിയോയിൽ നിർത്തും, എൻ്റെ കൊച്ചിനെ രക്ഷിക്കണം. അതോടുകൂടി ശരിയായി. വർഷങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും എന്താകും? ശരിയാവും. പറഞ്ഞേ, എല്ലാവരും എന്താകും? ശരിയാവും. എല്ലാവരും എന്താകും? ശരിയാവും. ഉറക്കെ പറഞ്ഞേ, എല്ലാവരും പറ, ശരിയാവും. നമ്മൾ ശരിയായില്ലേ? നമ്മൾ ശരിയായാൽ എല്ലാവരും ശരിയാവും. എല്ലാവരും ശരിയാവും. നമ്മൾ സ്പേസ് കൊടുത്താൽ മതി. വചന കേൾവിയാലാണ് എല്ലാവരും എന്താകുന്നത്? ശരിയാണ്. പിന്നെ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺസെപ്റ്റ് അല്ല ദൈവത്തിൻ്റെ, കേട്ടോ. ദൈവം സ്നേഹമാണ്. ദൈവം എന്താണ്? സ്നേഹമാണ്. ഫലം കായ്ക്കുമെന്ന് വെച്ചിട്ട് കർത്താവ് വെട്ടിക്കളയാതെ എന്ത് ചെയ്തിരിക്കുക? നിർത്തിയിരിക്കുക ആണോ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. പറഞ്ഞേ, എല്ലാവരെയും കൂടെ നിർത്തണം. ആരെയും കളയരുത്, ആരും ഒഴിവായിപ്പോൾ. ഇനി ചിലപ്പോൾ അനിവാര്യമായി ചിലതൊക്കെ സംഭവിച്ചെന്ന് വരും. പക്ഷേ അപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം,
നമ്മൾ സ്പേസ് കൊടുക്കുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. ഞങ്ങൾ സകലവിധ 153 മീനും എവിടെ കയറി? അതിനെപ്പറ്റിയുള്ള ഒരു വ്യാഖ്യാനം, ആ കടലിൽ 153 ഉള്ളായിരുന്നു ഇനം. എല്ലാ ഇനവും എവിടെ കയറി? വലയിൽ കയറി. 153 ഇനം മീനുണ്ടായിരുന്നു. അതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തി. 153 എത്ര മീനാണ്? വലിയ മീൻ. വലിയ മീൻ എന്ന് പറയുമ്പോൾ സ്രാഗിൻ്റെ അല്ലെങ്കിൽ വലിയ വലിപ്പം ഏതായാലും നമ്മുടെ കൊച്ചു മീൻ കാണത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടി എല്ലാ മീനും എന്താ? വലുതാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ചെറുതെന്ന് പറയുന്ന മീനും എന്താ? വലുതാണ്. 153 എത്ര മീനാണ്? ഏതായാലും അയല എന്തോ വളർന്നാലും സ്രാഗിൻ്റെ ആകുമോ? ഏതായാലും അയല അവിടെ കാണുമോ? ചിലപ്പം കണ്ടേക്കാം. മത്തി എത്ര വളർന്നാലും വലുതാവുമോ? ഇല്ല. നമുക്ക് വലിയ മത്തിയാന്ന് പറയുന്നത് എത്രയുണ്ട്? ഈ വലിയ നെന്മീൻ മത്തി എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ. ഏതാ ഈ മസ്കറ്റ്, ഒമാൻ മത്തിയൊക്കെ എന്ന് പറഞ്ഞാലും ഇത്രയല്ലേ ഉള്ളൂ. എന്നാലും കർത്താവ് അതിനെ വിളിച്ചത് എന്താ? 153. അപ്പോൾ ഓരോരുത്തരും ആരുടെ ദൃഷ്ടി വലുതാ? ദൈവത്തിൻ്റെ ദൃഷ്ടി വലുതാ. പറഞ്ഞ് എല്ലാവരെയും എന്ത് ചെയ്തു? കൂടെ നിർത്തി. ഇനി അടുത്തൊരു വാക്യം നമ്മൾ ഓർക്കപ്പെടേണ്ട കാര്യം, അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൻ്റെ എന്തിട്ടു? അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ എന്ത് ചെയ്തു? ആർത്തുഘോഷിച്ചു. അത് വളരെ ഗൗരവമായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ട് ഈ അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ശേഷ്ബശർ എന്ന് പറഞ്ഞ ഒരാളാണ് അടിസ്ഥാനം ഇട്ടെന്ന് രാജാവിന് കത്തയക്കുമ്പോൾ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ പൊന്നുപ്രിയരെ, ഇവിടെ അത് പറയുന്നുണ്ടോ? ആരുടെയെങ്കിലും പേര് ഉണ്ടോ? ഇല്ല. ആരാ അടിസ്ഥാനം ഇട്ടേ? 10-ാം വാക്യം. പണിയുന്നവർ മതി. അവർ അടുത്ത വാക്യം, അടുത്ത 11. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൻ്റെ ആരാ ഇട്ടത്? അവർ. ആരാ? അവർ. പക്ഷെ ഒരാളായിരിക്കും ഇട്ടത്. ഫൗണ്ടേഷൻ സ്റ്റോൺ വാസ് ലെയ്ഡ് ബൈ സോ ആൻഡ് സോ എന്ന് എഴുതിയോ? ഇല്ല. ശേഷ്ബശർ എന്നൊരു പേര് പിന്നെ കാണുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അത് രാജാവിന് കത്തയക്കുമ്പോഴാണ്. ഇവിടെ ഈ കാര്യം പറയുമ്പോൾ മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ ആളുടെ പേരില്ല, ഇട്ട ആളുടെ പേരില്ല. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഉണർവിൽ ആരില്ല? ഒരു വ്യക്തിയില്ല. അതെപ്പോഴും ഓർത്തോണം. ദൈവസഭയ്ക്കകത്ത് ആര് പ്രാധാന്യം ഇല്ല? വ്യക്തിക്ക് പ്രാധാന്യം. നമ്മളിന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വ്യക്തിക്കാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരു വീഡിയോയിൽ ഒരു പാർട്ടിയുടെ മൈക്കിൻ്റെ ജീപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് പോകുമ്പോൾ ഫ്രണ്ടിലിരിക്കാൻ വേണ്ടി അടിയുക. ഇതൊക്കെ പിള്ളേരെടുക്കുക. എന്നോ ഒരു വളിപ്പാണേ. ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടി അടിയാണ്. സ്റ്റേജ് ഒടിഞ്ഞു പോയാലും എല്ലാം സ്റ്റേജിൽ കയറി നിൽക്കും. താഴെ ആരും കാണത്തില്ല. ഇതൊക്കെയാണ് ചില പാർട്ടിയുടെയൊക്കെ ഗതികേട്. എന്തോ ആയിക്കോട്ടെ. സത്യത്തിൽ ഉണർവിൽ ആരില്ല? ഞാനില്ല, നമ്മളേ ഉള്ളൂ. ഒരു കാര്യം പറഞ്ഞേ, ഉണർവിൽ ആരില്ല? ഞാനില്ല, പിന്നെ ആരേ ഉള്ളൂ? നമ്മളേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആളുടെ കാര്യം കൈ പിടിച്ചെന്ന് പറഞ്ഞേരെ. ഉണർവിൽ ഞാനൊന്നുമില്ല, പക്ഷെ ആരുണ്ട്? ഞാനില്ല, പക്ഷെ ആരുണ്ട്? നമ്മളുണ്ട്. ഉണർവിന് ഞാനൊരു ഘടകമല്ല, പിന്നെ ആരാ? നമ്മളാണ്. ഇവിടെ വ്യക്തി കേന്ദ്രീകൃതമല്ല ദൈവരാജ്യത്തിൻ്റെ ഉണർവ്. വ്യക്തി കേന്ദ്രീകൃതമാണെങ്കിൽ അത് നിന്നു പോകും. എന്നാൽ ദൈവകേന്ദ്രീകൃതമാണെങ്കിൽ അവിടെ വ്യക്തിക്ക് എന്തില്ല? പ്രാധാന്യം. പിന്നെ ദൈവം നമ്മളെ ഉപയോഗിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹാമനസ്സെന്ന് ഓർത്താൽ മതി. എന്നാൽ പലപ്പോഴും നമുക്ക് ഈ ഈഗോ ഭയങ്കരമാണ്. അത് ചെറിയ കാര്യത്തിന് പോലും ഈഗോ വലുതാണ്. ചില സഭകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഗ്രൂപ്പ് സോങ്ങിൻ്റെ ഒക്കെ സെലക്ഷൻ വരുമ്പോൾ 80 കഴിഞ്ഞവരും പാടാൻ നിൽക്കുക. അതുകൊണ്ട് പലയിടത്തും ഇപ്പോൾ ഒഡീഷൻ ടെസ്റ്റൊക്കെ ആക്കി. അതുകൊണ്ട് വേറെ കുഴപ്പമുണ്ട്. ആത്മാവുള്ള ഒറ്റ ഒരുത്തനും അവിടെ ഇല്ല. എല്ലാം ഒഡീഷനായിപ്പോയി. രണ്ടും പ്രശ്നം. പരിശുദ്ധാത്മാവുള്ളവരില്ല. എല്ലാം ആരായി? ഒഡീഷൻ ടെസ്റ്റ്. അവർ സ്വരമാധുര്യവും താളവും മേലയും ഒക്കെ നോക്കുന്നത്. ഇതെല്ലാം വേണ്ടേ? എല്ലാം വേണം. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്നാണ് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ വ്യക്തി പ്രാധാന്യമായതുകൊണ്ട് ഉണർവിലോർത്തോണം ആരില്ല? വ്യക്തികളില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഒരാൾ വിളിച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു കൺവെൻഷൻ്റെ പോസ്റ്റർ ഇട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്ററിലെ ഫോട്ടോ ആരോട് ചോദിച്ചിട്ടാണ് ഇട്ടെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു, എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ മക്കൾ ഏതാണ്ട് ഗൂഗിളിൽ നിന്നാണ്ട് എടുത്താൽ കിട്ടാം. എല്ലാവരുടെയും ഫോട്ടോ അവിടെ ഇവിടെ കാണുമല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, അതല്ല, ഞാൻ ഈ അടുത്തിടയ്ക്ക് പോയി, പുള്ളി സ്പെഷ്യലായിട്ടൊരു വലിയ
കോസ്മെറ്റിക്സൊക്കെ ഇട്ട് പോയി പുള്ളിയുടെ ഫാഷൻ ഫോട്ടോഗ്രാഫറെ കൊണ്ട് എടുപ്പിച്ച ഫോട്ടോ വേണമായിരുന്നു ഇടാൻ. അത് ഇടാഞ്ഞാലാണ് എന്നെ പള്ളു പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ആഗ്രഹം തോന്നി തൻ്റെ ആധാർ കാർഡിലെ ഫോട്ടോ ഞാനും കിട്ടേക്കാം. നമ്മൾ ഇടുവാണെങ്കിൽ ഏതോ ഇടണം. ഈ ആധാർ കാർഡുമായിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ കയറി പോകാൻ നോക്കണം. അവിടോട്ട് നോക്കിയാൽ ഈ ഹിന്ദിക്കാരെ CRPF നോക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാരണം ആധാർ കാർഡ് കണ്ടാൽ നമ്മളാണ് എൻ്റെ ഇതിനറിയാം. എൻ്റെ ആധാർ കാർഡും കൊണ്ട് വോട്ട് ചെയ്യാൻ പോയിട്ട് പുള്ളി എന്നെ എത്ര വട്ടം നോക്കിയെന്നറിയാം. ഈ ഇരിക്കുന്ന ആൾക്ക് അറിയത്തില്ല. അപ്പം പുറകെ ഇരുന്നിട്ട് പറഞ്ഞ് നമുക്കറിയാവുന്ന ആളാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എന്നെ നോക്കും, ആധാർ കാർഡെ നോക്കുക. അപ്പോൾ ആര് ഫോട്ടോ ഇടാൻ കൊടുത്താൽ ഏത് ഫോട്ടോ കൊടുക്കുക? ആധാർ. അതുകൊണ്ടൊരു സോക്കേട് അങ്ങ് നിൽക്കും. ഈ സത്യത്തിൽ എന്തോന്ന് ഫോട്ടോ എനിക്കറിയാൻ വേണ്ടി എന്തോ ഈ ഫോട്ടോ നമ്മൾ എന്തിനാ ഈ ഹേർട്ടാന്നേ. ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് വരികയാണ്. അപ്പം ഈ ഫ്ലെക്സിൽ നമുക്ക് ഈ ഫോട്ടോ അടിച്ചേക്കും. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വണ്ടി നിർത്തി എന്നെ വിളിച്ചുകൊണ്ടെത്തി. അച്ഛാ അത് കണ്ടോ അച്ഛാ? അവന് റിവേഴ്സ് എടുത്തു. അച്ഛാ അത് കണ്ണച്ചാ. നോക്കിയപ്പോൾ സത്യം കേട്ടോ, അടിപൊളി ഒരു ഫോട്ടോ ആയിരുന്നു. ഒരു ഭൂട്ടാൻ ഫ്ലെക്സിൽ ഞാനിരിക്കുക. ഡിസൈൻ ചെയ്തവനെ സമ്മതിക്കണം, നല്ല അടിപൊളി ഡിസൈൻ. ഇപ്പം പെട്ടെന്ന് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവാ. ഈ മരത്തെ എന്നെ കെട്ടി വെച്ചേക്കുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വാക്യം വന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാവരും ശാപം പിടിക്കാൻ കുറേയുണ്ട്. എല്ലാത്തിനും എന്നെ ഉൾപ്പെടെ ഇരിക്കുക. അതിൻ്റെ ഫോട്ടോയ്ക്കാണ് നമുക്ക് വഴക്ക്. അപ്പോൾ ആരും ഓർത്തോണം, വ്യക്തിക്ക് എന്തില്ല? പ്രാധാന്യമില്ല. ഉണ്ടോ? ഇല്ല. ഈ വ്യക്തി പ്രാധാന്യം വരുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്. മരുമോൾ വീട്ടിൽ വരുമ്പോൾ എന്തിനാ വഴക്ക്? സത്യമായിട്ടും പറ, എന്തിനാ വഴക്ക്? മരുമോൾ വരുമ്പോൾ അടുക്കള കയറി എന്നുള്ളതാണ് പ്രശ്നം. ഇന്നലെ വരെ അടുക്കള അമ്മച്ചിയുടെ വകയായിരുന്നു. അവിടോട്ടൊരു കൊച്ചു കയറിയപ്പോൾ ഇവക്ക് വെക്കാൻ അറിയത്തില്ല. അയ്യോ അവൾ കറി വെച്ചാൽ വായ്ക്ക് വെക്കാൻ കൊള്ളത്തില്ല, ഞങ്ങളുടെ അച്ഛനാണെ പിടിക്കത്തില്ല. സത്യത്തിൽ ഇതൊന്നും അല്ല വിഷയം. അതായത് നായ ഒരു വീട്ടിൽ വന്നു, നമ്മുടെ വീട്ടിലൊരു കൊടിച്ചിപ്പട്ടി വന്നു. അതെന്തോ എന്നറിയാം, 2-3 ദിവസം നമ്മൾ ഇച്ചിരി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് മൂത്രം ഒഴിക്കും, നമ്മുടെ അതിരിഞ്ഞു ചുറ്റും. സത്യമാണ്. എന്നിട്ട് അവൻ്റെ ഒരു അതിരുണ്ടാക്കും. പിന്നെ വേറൊരു പട്ടി അങ്ങോട്ട് വന്നാൽ ഇവനിങ്ങനൊരു നിപ്പുണ്ട്, അവനങ്ങ് പോന്നും കണ്ടില്ല. അപ്പം പറയാതൊരു പറയും, തിണ്ണമെടുക്ക് കാണിക്കുക. കണ്ടിട്ടുണ്ടോ? ഈ ചാവാലിപ്പട്ടി ഒരു നിപ്പ് നിൽക്കും, മറ്റവൻ കൂടിപ്പോവും. കാരണം ഇവൻ്റെ അതിനകത്ത് കയറിയത്. അമ്മായിമ്മയുടെ അതിനകത്ത് മരുമോള് കയറുമ്പോൾ ഒരു നിപ്പില്ലേ, ഇത് തന്നെ എല്ലായിടത്തും ഉണ്ട്. ഇതെല്ലാം ഈഗോയുടെ പ്രശ്നമാണ്. ഇന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്ത് പോകാൻ? ഈഗോ പോകാൻ പ്രാർത്ഥിക്കണം. എന്നാലേ നമ്മൾ ദൈവരാജ്യ ഉണർവിൽ ഉപയോഗിക്കപ്പെടത്തുള്ളൂ. ഉണർവിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമ്മുടെ എന്തോ പോകണം? ഈഗോ പോകണം. ഈഗോ പോകാൻ ദൈവത്തെ അനുവദിച്ചാൽ പല സ്ഥലങ്ങളിലിട്ട് ദൈവം നമ്മളെ പണിയും. ഈ നമ്മളെ കർത്താവിനെ കുരിശിൽ തറച്ചു. നമ്മളും ക്രൂശിക്കപ്പെടണം. ക്രൂശിക്കപ്പെടാൻ ഒരിക്കലും നമുക്ക് സ്വയം കറി ആണിയടിക്കാനൊക്കെ പോകും ഇല്ല. അതിന് നമ്മളെ ദൈവം ഓരോരുത്തരെ വിടും. എന്തടിക്കാൻ? ആണിയടിക്കാൻ. അപ്പോഴെല്ലാം ഓർത്തോണം, കർത്താവിൻ്റെ നമ്മളെ ഓരോരുത്തരും ആണിയടിക്കുന്നത്. ആണിയടിക്കുമ്പോൾ ഓർത്തോണം, തമ്പുരാൻ അനുവദിച്ച് എന്ത് ചെയ്തതാ? പെട്ടതാ. എന്തിനാ? നമ്മൾ ക്രൂശിക്കപ്പെടാൻ, നമ്മുടെ ഈഗോ പോകാനാണ്. ഈഗോ ചവിട്ടി കുഴച്ച് റെഡിയാക്കിയാലേ നമ്മളെ ഉപയോഗിക്കത്തുള്ളൂ. അന്നാലേ ഞാനല്ല ക്രിസ്തു എന്ന് പറയത്തുള്ളൂ. എന്നാലേ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമെന്ന് പറയത്തുള്ളൂ. അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ ആണിയടിക്കാൻ ദൈവം മറ്റുള്ളവരെ അയക്കുമ്പോൾ അനുവദിക്കണ്ടേ? സഭാപരിപാലനത്തിലൊക്കെ നമ്മൾ പലപ്പോഴും വലിയ സ്റ്റാറായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഇന്നർ സർക്കിളിനകത്ത് അടിക്കപ്പെട്ട ആണിക്ക് കയ്യും കർത്താവിന് 5 ഉള്ളായിരുന്നു. നമ്മൾ അടിക്കാവുന്നിടത്തെല്ലാം അടിച്ചു. പക്ഷേ അടിക്കാവുന്നിടത്ത് അടിക്കുമ്പോൾ ഓർത്തോണം, ദൈവം നമ്മളെ ക്രൂശിക്കപ്പെടാൻ അനുവദിക്കുക. എന്തിനാ? നമ്മൾ മാറാൻ വേണ്ടിയാണ്. നമ്മുടെ ഈഗോ ത്രെട്ട് മാറാൻ വേണ്ടി. ഭയങ്കര അപകടം. ഉണർവിൻ്റെ തടസ്സം, സഭയ്ക്ക് തടസ്സം എന്താ? ഈഗോയാണ്. ചെറിയ കാര്യമല്ല. ഈഗോ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മളെ തൊടുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. സൺഡേ സ്കൂളിനെ ടീച്ചറെ തൊടുമ്പോഴേ ടീച്ചർക്ക് അറിയത്തുള്ളൂ. പാട്ടിന്ന് ഒന്ന് മറ്റൊരാൾ വന്ന് വർഷിപ്പ് ലീഡർ ഉണ്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ മോനൊന്ന് മാറി നിൽക്കാൻ കൊടുക്കാൻ പറയുമ്പോൾ പുള്ളിയുടെ അറിയത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞ് സ്വത്രാഴ്ചയ്ക്ക് ഒരു പാട്ട്, ഞാനൊരു ഭാഷായതിന് പാട്ട് പാടാൻ പറഞ്ഞു, പെട്ടെന്ന് താണ്ടൊരു പാട്ടുകാരത്തി ഗസ്റ്റായിട്ട് കയറി പറഞ്ഞു. നമ്മൾ ആ കൊച്ചിൻ്റെ മുഖം മാറും. കൊച്ചിൻ്റെ മുഖം മാത്രമാണോ? കൊച്ചിൻ്റെ അമ്മ ഇങ്ങനെ
എൻ്റെ കൊച്ചിന് പറഞ്ഞു അവൾ റെഡിയായിട്ടിരുന്നതിന് മേലും ഞങ്ങളുടെ കൊച്ചു പാടുന്നില്ല, ഇനിയും പാടുന്നു, ഫസ്റ്റ് മേല്. കണ്ടിട്ടുണ്ടോ? ഇവിടെ അല്ല, അവിടെ റാന്നിയിൽ നമ്മുടെ സ്ഥലത്ത്. എന്നാ പ്രശ്നം? ഈഗോയാണ്. ആരാ അടിസ്ഥാനം ഇട്ടേ? ആരടിസ്ഥാനം ഇട്ടെന്നാ? ആരും ഇല്ല, ഞാനല്ല, എല്ലാവരും കൂടെ അടിസ്ഥാനം ഇട്ടു. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഞാൻ ഉണർവിനും ദൈവസഭയ്ക്കും തടസ്സമാകല്ലേ. ഇപ്പം ഞാൻ പറയുമ്പോൾ ഞാനും പറയുക, ഞാൻ എന്തിനു തടസ്സമാകല്ലേ? ഉണർവിന് തടസ്സമാകൽ. ഒന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ച്, ഞാൻ തടസ്സമാകൽ, എന്നെ ഞാൻ ക്രൂശിക്കാൻ അനുവദിക്കണം. ചിലപ്പോൾ അത് പല രീതിയിലായിരിക്കും ക്രൂശിക്കപ്പെടുക, പല രീതിയിലായിരിക്കും ക്രൂശിക്കപ്പെടുക. ദൈവം ഓരോരുത്തരെ അനുവദിക്കും ക്രൂശിക്കാൻ, അല്ലേ? അതിന് ദൈവം പല വഴികളുണ്ടാകും. ഞാൻ പറയും, കുടുംബം ഒരു വിശുദ്ധീകരണ സ്ഥലമാണ്. ചെറുക്കൻ ആരായിരുന്നറിയാം? ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. അവൻ്റെ അമ്മയാണെ രാവിലെ അവന് കല്ലേന്ന് ചൂട് ദോശ ഇങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കും. കല്ലേന്ന് മോനെ ഇങ്ങനെ ഗ്യാസിൽ നിന്ന് ഇങ്ങനെ ചൂട് ദോശ. അവനങ്ങ് ചൂട് കിട്ടിയാലേ കഴിക്കത്തുള്ളൂ. അവൻ്റെ താളത്തിന് ആര് നിൽക്കും? അമ്മ നിൽക്കും. അവൻ ഒരു ദിവസം ദോശയാണെങ്കിൽ ഒരു ദിവസം ഇഡലി വേണം, ഒരു ദിവസം ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പൊള്ളിച്ച് കൊണ്ട് കൊടുക്കും. അവൻ ഫ്രിഡ്ജ് വെച്ചതൊന്നും കഴിക്കത്തില്ല. അന്നെന്നുള്ളത് എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ. അവൻ കല്യാണം കഴിച്ചൊരു പെണ്ണ് വന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ചൂടോടെ തരുന്ന, വേണേ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. മൈക്രോവനി വെച്ച് ചൂടാക്കി. ഇപ്പോൾ അവനൊരു കുഴപ്പവും ഇല്ല. ഇവനെ വിശുദ്ധീകരിച്ചതാരാ? പെണ്ണ് വന്നപ്പോൾ അവനിപ്പം ദേഷ്യമുണ്ടോ? അവനെ ദേഷ്യപ്പെടാത്തെ? അവൾ IT എഞ്ചിനീയറാണ്, ഞെക്ക് കൊടുത്തിട്ട് അവൾ പോവും. അവനിപ്പം ദേഷ്യമുണ്ടോ? ഇല്ല. അവനിപ്പം കണ്ടോ മൈക്രോവനിലോട്ട് ഒരു ഇച്ചിരി സാമ്പാർ ഒഴിച്ച് ഒരു ഇച്ചിരി മീനും വെച്ചു ചൂടാക്കിയിട്ട് തന്നെ തിന്നുന്ന കണ്ടോ? ഇവനെന്നെ പ്രശ്നമില്ലാത്ത? അവനെ വിശുദ്ധീകരിച്ചു. ആരാ? ഭാര്യ വിശുദ്ധീകരിക്കാൻ, ഇവൻ്റെ ദേഷ്യം മാറ്റാൻ, ആണി അടിക്കാൻ വിട്ടു ഒന്നിനെ. അവൾ പറയും കളിക്കരുത്, അതങ്ങ് അമ്മയുടെ എടുക്കൽ. ഇവിടെ ഇതൊക്കെ ഒക്കത്തുള്ളൂ, വേണേ മതി, ഞാനും ജോലി ചെയ്യാം. തീർന്നില്ലേ? തീർന്നു. അവൾ എന്നോരു ഒരുക്കമായിരുന്നു അറിയാം. എൻ്റെ മോനെ അവൾ കളറൊക്കെ അടിച്ച് അവളങ്ങനെ സ്റ്റൈലായി നടക്കുകയാണ്. അവൾക്കൊരു 3 പിള്ളേരുണ്ടായി, എല്ലാം ഹൈപ്പറാണ്. ഒറ്റപ്പെട്ട ഒറ്റ അടക്കി നിൽക്കാത്ത 3 എണ്ണത്തെ കൊണ്ട് അവളിങ്ങനെ ഓട്ട. ഞാൻ ഇവളെ കണ്ട ഒരു എവിടെയെന്നറിയാം, മാളിൻ്റെ മുമ്പിൽ വെച്ച്. ഞാൻ നോക്കിയപ്പോൾ കാലെ 2 ചെരുപ്പ് കിടക്കും. അവൾ ഇറങ്ങി ഓടിയപ്പോൾ വിടാൻ മറന്നുപോയതാണ്. ഇതിനെല്ലാം അപ്പം ഞാൻ ചോദിച്ചു, മോളെ ഈ കാലേ അച്ഛാ ഇത് ന്യൂ ട്രെൻഡാന്ന് പറഞ്ഞു. ഈ ഭയങ്കര ഒരുക്കക്കാരത്തിയെ വിശുദ്ധീകരിക്കാൻ തമ്പുരാൻ ആരെ വിട്ടു? 3 പിള്ളേരെ വിട്ടു. അതോടെ ഇവളിപ്പോൾ ഒരുക്കവും ഇല്ല, അവളുടെ ആ ഫാഷനെല്ലാം അങ്ങ് പോയി, അവൾക്ക് നേരമില്ല. കണ്ടോ? അത് ദൈവം ക്രൂശിക്കുക. അമ്മച്ചി ഭയങ്കര, ഞാൻ പറഞ്ഞ സംഭവമല്ലായിരുന്നു. മരുമോൾ വന്ന് പറഞ്ഞു, അടുക്കള ഞാൻ ഏറ്റോളാം, അമ്മച്ചിക്ക് വേണ്ടതൊക്കെ അങ്ങോട്ട് തന്നോളാം. അമ്മച്ചി ഇപ്പം എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നുണ്ട്, ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. പാട്ട് പാടാൻ പറയുമ്പോൾ കാന്തന്നെ കാണുക. ഇപ്പം അമ്മച്ചിക്ക് ഭയങ്കര പ്രത്യാശയാണ്. അമ്മച്ചിക്ക് പ്രത്യാശ ഉണ്ടായത് ആര് വന്നപ്പോഴാണ്? അമ്മച്ചി ഇത്രയും നാൾ അമ്മച്ചി എല്ലാവരെയും അടിക്കുക. ഇപ്പം അമ്മച്ചി യോഗത്തിനൊക്കെ വന്നു, എന്നു തീരും എൻ്റെ കഷ്ടം ഇനി മണ്ണിട്. ആ വൈബ്രേഷനൊക്കെ ഇട്ട് അമ്മച്ചിക്ക് പ്രത്യാശ, ഇപ്പം കർത്താവ് വരണം എന്നുള്ള ആഗ്രഹമായി. അമ്മച്ചി മരിക്കാൻ റെഡിയായി. എന്താ കാര്യം? വിശുദ്ധീകരിക്കാൻ ഒരാളെ വിട്ടതാണ്. അടിച്ചില്ലേ? ഇത്രയും നാളും എല്ലാവരെയും അടിക്കുമായിരുന്നു അമ്മച്ചി. അമ്മായിമ്മയെ അടിച്ചു, നാത്തൂനെ അടിച്ചു, ഭർത്താവിനെ അടിച്ചു, വിരട്ടി അധികാരിയായിട്ട് വാണരുളിയവൾ ഇപ്പോൾ പ്രത്യാശ നാട്ടിലോട്ട് പോകാതിരിക്കുക. അടിച്ചില്ലേ? അപ്പം ദൈവം നമ്മുടെ ഈഗോയെ തകർക്കാൻ, ഞാനെന്ന ഭാവത്തെ തകർക്കാൻ അനുവദിക്കുന്നതിനെല്ലാം സ്തോത്രം ചെയ്യണം. പല നിലകളിലായിരിക്കും. ഞങ്ങളുടെ ഒരു ഉപദേശി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു വിശ്വാസി പുറകിൽ നിന്ന് എഴുന്നേറ്റ്, പിതൃപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൻ്റെ വാഴും അനുഗ്രഹവും കൂട്ടായ്മയും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ, ആമേൻ. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. എന്തോ ചെയ്യും എന്ന് പറ. എന്തോ ചെയ്യും? അവസാനം അവൻ്റെ അപ്പ ചെന്ന് പറഞ്ഞ്, ഇട്ടിച്ചതിനെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ പുട്ടി ഒതുങ്ങിയത്. അത് പോട്ടെ, വേറൊരു കാര്യം. എന്തോ ചെയ്യും? ഇതെല്ലാം അടിക്കാൻ നമ്മുടെ ക്ഷമ, നമ്മുടെ സഹനം, നമ്മുടെ ദേഷ്യം, നമ്മുടെ ഞാനെന്ന ഭാവം, ഇതെല്ലാം തകർക്കാൻ ദൈവം അനുവദിക്കാൻ എന്നാലേ ഉണർവിനെ നമ്മളെ ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂ. ഉണർവിൽ ആരില്ല? ഞാനില്ല. പക്ഷെ ആരുണ്ട്? നമ്മളുണ്ട്. സഭയ്ക്ക് ആര് വേണ്ട? ഞാൻ വേണ്ട കേട്ടോ.
ഞാൻ വേണ്ട, ഞാൻ ഓർത്തു ഞാനുള്ളതുകൊണ്ടാണ് സഭ പോകുന്നത്. ഞാനും സഭയുടെ ഇപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്, പാസ്റ്റർക്കൊക്കെ അറിയും, അവരെല്ലാം കൂടെ സഭയെ കൊണ്ടുപോകും. ഇപ്പം ഞാനൊരു വട്ടം അമേരിക്കയിൽ പോയി ഇപ്പം കുറച്ച് ദിവസം മാറിയിരുന്നു. അപ്പം ഞാൻ സത്യത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്, പാസ്റ്റർ പോയപ്പോഴത്തേനും ഇവിടെ പക്ഷേ എന്തോ ഒരു അഭാവം ഉണ്ടായിരുന്നു, അയ്യോ എന്ന് കേൾക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. ഞാൻ ഞങ്ങളുടെ ഒരു ആൻറ്റിയെ വിളിച്ചു, ആൻറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പാസ്റ്റർ ഉള്ളിടത്തിനേക്കാട്ടും നല്ലതായിരുന്നു, ഇപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമായിട്ട് ഇവിടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പാസ്റ്റർ ഉള്ളതിനെക്കാട്ടും എന്തോ ഒരു ദൈവോചനമായിരുന്നു നമ്മുടെ ദൈവാസന്മാർ. തീർന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവരാജ്യത്തിന് ആരും വേണ്ട, ഞാൻ വേണ്ട, ഞാനില്ലേലും ദൈവം കൊണ്ടുപോയിക്കോളും. പക്ഷെ ഞാൻ നിൽക്കുന്ന എനിക്ക് വേണ്ടിയാണ്, എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ആണോ? എല്ലാവരും കൂടി എന്ത് ചെയ്തു? അടിസ്ഥാനം ഇട്ടു. ഇനി അടുത്ത വാക്യത്തിൽ അടിസ്ഥാനം ഇട്ടപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. അടിസ്ഥാനം ഇട്ടപ്പോൾ പിതൃഭവന പുരോഹിതന്മാരിലും 11-ാം വാക്യം, ലേവ്യരിലും പിതൃഭവനത്താരിലും മുമ്പലത്തെ ആലയം കണ്ടിട്ടുള്ള 12 എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. ഇങ്ങനെ കരച്ചിന്റെയും അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. അപ്പം ഇവിടെ എത്ര വർഷമായിട്ട് ഇപ്പോൾ ആലയില്ല? 70. അപ്പോൾ ഇവിടെ കണ്ടു, മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ളവരാ. മുൻപത്തെ ആലയം അങ്ങനെയാണോ? ആണ്. അപ്പോൾ ഈ മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ളവർക്കിപ്പം അവരാണ് കരഞ്ഞത്. അവർക്കിപ്പോൾ എത്ര വയസ്സ് കാണും? 80-85 വയസ്സുണ്ട്. കാരണം നമ്മുടെ ഒരു ഓർമ്മ ഒരു 10 വയസ്സ് തൊട്ടല്ലേ ഉള്ളൂ. പള്ളി പോയതും യേശു കർത്താവിനെയും പള്ളി കൊണ്ടുവന്നപ്പോൾ എത്ര വയസ്സായിരുന്നു? 12 അപ്പോൾ ഒരു 12 വയസ്സുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 വയസ്സോ 15 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ കരഞ്ഞവരെല്ലാം ഒരു 85 ആണ്, അല്ലെ 80+ ആണ്. ആണോ? ശരിയല്ലേ? ആണേ? ഏതായാലും കുഞ്ഞിൻ്റെ ഓർമ്മ, ഒരു വയസ്സുള്ള കുഞ്ഞ് ഏതായാലും ഇത് ഓർക്കത്തില്ലല്ലോ. പള്ളിയിൽ പോയതും പെരുന്നാളിന് ഓടിയതും എല്ലാം ഓർക്കണമെങ്കിൽ ഒരു 80+ ഉണ്ട്. അപ്പോൾ അവരാണ് എന്ത് ചെയ്തത്? കരഞ്ഞത്. ആർത്തത് ആരായിരിക്കും? ആർത്തത് പിള്ളേരാണ്. ഇവരെന്തോ കണ്ടിട്ടില്ല. ഇവർ ജനിച്ചത് എവിടാ? അപ്പം ബാബേലിലാണ്. അതുകൊണ്ടാണ് സെരുബാബേൽ ഈ പുള്ളിയൊക്കെയാണ്. ഇവരൊക്കെ മിക്കവാറും ജനിച്ചത് എവിടെ ആയിരിക്കും? ബാബേലില്ല. ഇവരെന്തോ കണ്ടിട്ടില്ല, പക്ഷേ ഇവർക്ക് എന്തോ അറിയാം, ആലയം ഉണ്ടായിരുന്നറിയാം, മറ്റൊരാലയം കണ്ടിട്ടുണ്ട്. ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലയം കാണാൻ മരിക്കുന്നതിന് മുമ്പ് എന്ത് കാണണം? ആലയം കാണും. ഇവരിനി ആലയം പണിത എത്ര നാളോട് ജീവിക്കും? ഈ ആലയം പണിയുന്ന കണ്ടാൽ ഇനി ഇവരെത്ര നാളുകളുണ്ട്? ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ കാലിലെല്ലാം നീരൊക്കെ ഉണ്ടായിരുന്നു, അത് ഈ യാത്ര കൊണ്ടൊക്കെ. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്തിരുന്ന് ഈ വിവരങ്ങളെല്ലാം തിരക്കി. പുള്ളി എഴുന്നേറ്റ് ഇന്ന് അടുത്ത പ്രസംഗിച്ചാൽ പറഞ്ഞു, സമീപ ഭാവിയിൽ ഈ ലോകം വിട്ടു പോകേണ്ട കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അകത്തൊരു ഇടുത്തി വെട്ടിപ്പോയി. ചേച്ചി ഒന്ന് ഓർത്ത് നോക്കിയാൽ, സമീപ ഭാവിയിൽ പോകേണ്ട കുറേ പേര്, അയ്യോ നമ്മുടെ അകത്തൊരു ഇടുത്തി വെട്ടിപ്പോയി. എന്നാലും ഞാൻ പറയട്ടെ, ഈ 80 വയസ്സ് അല്ലെ 85 വയസ്സുള്ള അപ്പച്ചൻ ആലയം കണ്ടു, കരഞ്ഞു, ഇനി എത്ര നാൾ കാണും? ഈ ആലയത്തിന് ഇത്രയും മില്യൺ റുപ്പീസാണ്. അപ്പോൾ ഈ ആർത്തത് പിള്ളേരാണ്. പിള്ളേരവിടെ ജനിച്ചവരായിരിക്കും. അവരെന്തോ കണ്ടിട്ടില്ല, ആലയം കണ്ടിട്ടില്ല. അവരൂടെ വന്നു, അവരൂടെ ആലയം പണിതു, ആലയത്തിന് കൂടി, അവരാർത്ത് ഘോഷിച്ചു. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവർക്ക് ആർക്കാനേ അറിയത്തുള്ളൂ. എന്തിനറിയത്തില്ല? കരയാൻ അറിയത്തില്ല. അത് സത്യമാണ്. പിള്ളേരെന്ത് ചെയ്യത്തില്ല? കരയത്തില്ല. പക്ഷെ അവർക്കെന്തോ അറിയാം. ആർക്കറിയാം? ഉദാഹരണം പറഞ്ഞാൽ, ഈ ഞാൻ പലപ്പോഴും കല്യാണമൊക്കെ നടത്തുമ്പോഴും പറ്റുന്നത്, കേശവൻ സാറൊക്കെ ഭയങ്കര പ്രൗഢഗംഭീരമായിട്ട് കല്യാണം, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം അവസാനം കല്യാണം നടത്തി കഴിയുമ്പോൾ പുള്ളിയുടെ ഒരു ഗംഭീര ശബ്ദം ഉണ്ടായിരുന്നു. ഇപ്പം പ്രായമായി. It is indeed my joy and privilege to introduce the newly married couple for the first time, Mrs. and Mr. എന്ന് പറഞ്ഞിട്ട് come on let's clap your hands എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മുമ്പിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ അമ്മ എന്തോ ചെയ്യും? കരയും. ചെറുക്കൻ്റെ അമ്മയും കരയും. അപ്പന്മാരും ചിലർ കരയും. പക്ഷേ ഈ പെൺപിള്ളേരുടെ കൂട്ടുകാർ ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട്. ഒന്നിനും തുണിയും മണിയും ഒന്നും ഇല്ലാത്ത കുറേ സാധനം പുറകെ നിൽപ്പുണ്ട്. ഇതുങ്ങൾ എന്തോ അടിക്കുന്നറിയാം? വിസിലടിക്കും. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ?
അതുകൊണ്ട് എന്നോട് പല പാസ്റ്റർമാരും പറഞ്ഞിട്ടുണ്ട്, കല്യാണം നടത്തി അപ്പം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കണം. കാരണം പിന്നെ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അതിന് മുമ്പ് നമ്മൾ സ്ഥലം വിട്ടോണം. ഇവർ പിന്നെ കൈയടക്കിയാൽ ഹേയ് ഹൂയ് ഹായ് ഒക്കെ വെക്കും. നമുക്കത് ചരക്ക്. എന്നെ സംബന്ധിച്ച് ഞാനിവിടെ കൂടെ കൂടുന്ന ഒരാളാണ്, എന്നാൽ പോലും പാടാണ്. അപ്പോൾ സത്യത്തിൽ ഈ പിള്ളേരെന്തോ ചെയ്യും, ആർക്കും വലിയവരെന്ത് ചെയ്യും, കരയും. ഇന്നത്തെ ഈ പിള്ളേരെ ഞാൻ ജെൻസി എന്ന് വിളിക്കുക. ജെൻസി എത്ര വയസ്സുണ്ട്? ഏത് വർഷം തൊട്ടുള്ള ജെൻസി? 1997 to 2012. അതല്ല ജെൻസി. ജെൻസി ഭയങ്കര വൈബ്രൻ്റാണ്. ജെൻസി ഭയങ്കര ക്രിയേറ്റീവാണ്. നേപ്പാളിലെ ഭരണകൂടം ഇളക്കി മറിച്ചത് ജെൻസിയാണ്. ഇന്ത്യൻ മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ഇവിടുത്തെ ജെൻസി ഇളകിയ ഇത് തന്നെ സംഭവിക്കും. ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. കാര്യമായ വാർത്താ പ്രാധാന്യം അതിന് കൊടുത്തില്ല ജെൻസി ഇളകുന്നതിന്. ജെൻസി ഭയങ്കര ക്രിയേറ്റീവാണ്. ജെൻസി പണ്ടത്തെ പോലെ ഒരു IT കമ്പനി ജോലിക്ക് കയറിയാൽ കടിച്ചു പോയി കിടക്കത്തില്ല, ഇഷ്ടപ്പെട്ടില്ല ഇട്ടേച്ച് പോകും. അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഇസ് ദയർ നേച്ചർ. അവരാർക്കും അങ്ങനെ വഴങ്ങി കൊടുക്കത്തില്ല. എന്നാൽ അവർ ജെനുവിനാണ്, അവർ സ്നേഹമുള്ളവരാണ്, സത്യസന്ധരാണ്. അവർക്ക് കുറേ ഗുണമുണ്ട്. ജാതി പറയുമോ? പുതിയ തലമുറ പറയത്തില്ല. നമ്മുടെ വീട്ടിൽ ജാതി പറയും, ഈ അമ്മയ്ക്ക് ഭ്രാന്ത, ഇവരെന്നെ. നമ്മളിങ്ങനെ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഇരിക്കുന്നവരെ വറുത്ത് പൊരിച്ച് മസാല കൂടെ ഇടത്തില്ലേ? കുറ്റം കേൾക്കാൻ ആരിയിരിക്കത്തില്ല. ജെൻസി കുറ്റം കേൾക്കത്തില്ല. അവർ കുറ്റം കേൾക്കത്തില്ല. അമ്മയ്ക്ക് ഭ്രാന്താണ്, വെല്ലൻ്റെ കുറ്റം, വൃത്തിയായിട്ട് പറയും. അപ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇവർക്ക്. ഉണ്ട്, ഒത്തിരി ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ പിള്ളേർ കരയത്തൊന്നുമില്ല ഇവർക്ക് ആർക്കും. പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ആലയം പണിതിട്ട് ഇവർ കാത്തില്ലെങ്കിൽ ഈ അപ്പച്ചൻ എത്ര നാളൂടെ കാണും? അപ്പച്ചനൊരു സമീപ ഭാവിയിൽ പോകേണ്ടവരല്ലേ? ഞാൻ നല്ല അർത്ഥത്തിലെടുക്കാവും. എനിക്കിപ്പോൾ എൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. എനിക്കിപ്പോൾ 54 വയസ്സായി. ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു എക്സിക്യൂട്ടീവ് കൂടി ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചു. 30 വയസ്സിൽ താഴെയുള്ള പാസ്റ്റർമാരുടെ എണ്ണം എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്കുലി പരിമിതമായവരുള്ളൂ 30 വയസ്സിൽ താഴെയുള്ള പാസ്റ്റേഴ്സ്. എല്ലാവരും 50+ ആണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പാസ്റ്റേഴ്സിൽ മേജർ ചങ്കും 50 വയസ്സിൽ മേലുള്ളവർ. എനിക്ക് 50 വയസ്സായി. ഇപ്പോൾ 20 വർഷം കഴിയുമ്പോൾ എനിക്ക് 74 വയസ്സാവും, കർത്താവ് വന്നില്ലെങ്കിൽ. അന്ന് ഞാൻ ക്ഷീണിക്കുമ്പോൾ ഈ 30 വയസ്സുള്ളവൻ അന്ന് 50 ആയാലേ അവനെ സെൻട്രൽ പാസ്റ്ററാക്കി കല്യാണം കഴിപ്പിക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഏൽപ്പിക്കാനൊക്കത്തുള്ളൂ. ദൗർഭാഗ്യവശാൽ 30 താഴെയുള്ള പല ഉപദേശിമാരും ഒരു സഭയിലുമില്ല. അല്ല, ഇനിയും വലിയ സഭകളെ മുഴുവൻ ഞാൻ പോയി സർവേ എടുത്തതാണ്. 60 വയസ്സിൽ മേലുള്ളവരാണ് കൂടുതൽ. ഈ പിള്ളേർ ആർക്കാനാണെങ്കിലും കൂടി വന്നാൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, 12 വയസ്സിൽ താഴെയുള്ള ഇവരെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോരുന്ന, ഈ 12 വയസ്സിൽ താഴെയുള്ള ഇവരെയൊക്കെ കയ്യെ പിടിച്ചുകൊണ്ടെങ്കിൽ പോകുന്ന എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ഒരു 15-ന് മേളിലുള്ള എത്ര പേരുണ്ട്? കൈ പൊക്കിക്ക്. 1 2 3 4 5 പേരുള്ളത് മഹാഭാഗ്യ. പലയിടത്തും പൂജ്യമായിരുന്നു. സത്യം ഞാൻ പറയുന്നത്. കാരണം നാളെ ആരില്ല. ഈ ഇരിക്കുന്നവരെല്ലാം പോയി കഴിഞ്ഞാലും പിള്ളേർ വേണം. അതുകൊണ്ട് ആര് വന്നു? ആർക്കെന്ന് പിള്ളേർ വന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, നാളെ സഭയുണ്ടാകണമെങ്കിൽ ഈ പിള്ളേരുടെ ഇടയിൽ വലിയൊരു ഉണർവുണ്ടാകണം. എന്നാലേ നാളെ സഭയുള്ളൂ. 20 വർഷം കഴിഞ്ഞ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് 54 വയസ്സായി. അത് വലിയ പ്രായം കൊണ്ട് പറയല്ല. 54 വയസ്സായി. 20 വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ട്, ദൈവം നടത്തുന്ന. അപ്പോൾ ഞാൻ ഒരു 20 വർഷം കഴിയുമ്പോൾ എൻ്റെ സ്ഥിതി ദൈവം നടത്തട്ടെ, കർത്താവ് നടത്തട്ടെ. പാസ്റ്റർക്ക് എത്ര വയസ്സായി? 52. എന്നെ കട്ടിളേത് 52. എന്നാലും പാസ്റ്റർക്ക് ഒരു 20 വർഷം കഴിയുമ്പോൾ 72 ആകത്തില്ലേ? 72 ആകുമ്പോൾ ഓടി നടക്കാൻ പാടല്ലേ? അന്ന് പിള്ളേർ വേണ്ടേ? പിള്ളേർ വേണമെങ്കിൽ ഇപ്പോഴേ എന്താകണം? സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പിള്ളേർ വേണം. അത് നമ്മുടെ വലിയൊരു ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അടിയന്തര പ്രാധാന്യം പ്രാർത്ഥിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു ഉണർവുണ്ടാകണം. ഇവരെല്ലാം ചർച്ച വരണം. ഒരു 12 വയസ്സ് മേലുള്ള മക്കളെ ഒത്തിരി പേര് ചർച്ച വന്നാലേ 10 വർഷം കഴിയുമ്പോൾ അവർക്ക് 10 22 ഇവർ വേണം നാളെ ജോലി ചെയ്ത് ദശാംശം തരാൻ. അന്നത്തേനും നമ്മൾ ദശാംശം തരുന്നവരിലൊക്കെ തീരും. പിന്നെ ഞാൻ പറയുന്നത് സത്യമല്ലേ? ഇവർ ദശാംശം തന്നില്ലേ സഭ എങ്ങനെ പോവും? കാരണം ഇപ്പോഴത്തെ പല പിള്ളേർക്കും എന്ത് ഇഷ്ടമില്ല. ഇവരിപ്പം സഭ വന്നാലേ നാളെ അവർക്ക് ജോലി കിട്ടുമ്പോൾ അവർ ദശാംശം തരത്തുള്ളൂ. അവർക്ക് ദശാംശം എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികം പറയല്ല, ദൈവം നടത്തിക്കോളും, അത് വേറെ കാര്യം. പക്ഷേ മക്കളിത് പഠിക്കണ്ടേ? അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് വലിയൊരു ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇവർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം. ഇല്ലെങ്കിൽ ഇന്ത്യൻ സഭ വലിയ വെല്ലുവിളി കൂടെ പോകും. അത് റിയാലിറ്റിയാണ്. ഇവിടെ ആർപ്പിൻ്റെ ശബ്ദം കേട്ടു. ഇവരാർത്തോട്ട്, നമ്മൾ കരയാം.
നമ്മളെന്തിനു കരയണം? ഇവരാർക്കുന്നവരിവിടെ വരാൻ വേണ്ടി കരയണം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കരച്ചിൽ എന്തായിരിക്കണം? നമ്മൾ കരയുന്നതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളൊരു പങ്കം വരണം. ജെൻസി എഴുന്നേക്കണം. 97 ശേഷമുള്ളവരും ആൽഫായും കൂടെ വന്നാൽ ഇവരിപ്പം ട്രെയിൻഡ് ആയാൽ 10 വർഷം കഴിയുമ്പോൾ ഇവിടെ ശക്തരായ ഒരു യുവ സുവിശേഷകർ എഴുതേക്കും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് അറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഈ ആലയം എന്തിനാ? നമ്മുടെ മക്കൾ കൂടെ ഇല്ലെങ്കിൽ ഈ ആലയം എന്തിനാണ്? ഇത് ലോങ് ടൈമിൽ നിൽക്കണ്ടേ? എന്തിനാണ് ആലയത്തോട് ഈ പ്രശ്നം? ആലയത്തോട് പ്രശ്നമുണ്ട്. ഏത് ആലയം പണിക്കും ഒരു തടസ്സം. ഞാനിപ്പോൾ ഒരു കൺവെൻഷൻ നടത്തിയാൽ അത്രയും തടസ്സം കാണത്തില്ല. കാരണം കൺവെൻഷൻ കഴിയുമ്പോൾ അതങ്ങ് തീരും. പക്ഷേ ഒരു ആലയം പണിതാൽ നമ്മൾ മരിച്ചാലും ആലയം നിൽക്കും. നമ്മൾ മരിച്ചാലും എന്ത് കാണും? ആലയം കാണും. എൻ്റെ അപ്പച്ചനാണ് തുടങ്ങിയത്. അപ്പച്ചൻ മരിച്ചു, അപ്പ മരിച്ചു, അമ്മ മരിച്ചു, എന്നിട്ടും ആലയമുണ്ട്. അപ്പോൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം, നമ്മളൊരു ആലയം പണിയുന്നതിന് അതാ തടസ്സം. നമ്മൾ പോയാലും എന്ത് നിൽക്കും? ആലയം നിൽക്കും. കാരണം അവിടെ പിള്ളേർ വേണം, എന്നാലേ അവിടെ ആലയം നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അടച്ചിടേണ്ടി വരും. യൂറോപ്പിലൊക്കെ പറ്റിയാതെ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വലിയൊരു ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു എന്തുണ്ടാകണം? ഉണർവുണ്ടാകണം. അതിനപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഫ്രണ്ടിൽ വന്ന് ഇന്ന് പ്രാർത്ഥിക്കുക. അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു ഉണർവുണ്ടാകണം. നമ്മൾ കരയുമ്പോൾ അവരെന്ത് ചെയ്യട്ടെ? ആർക്കട്ടെ, അല്ലേ? അവർ കരയുമ്പോൾ നമ്മൾ ചിലപ്പം പാടുന്നത് പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും എന്നൊക്കെ ആയിരിക്കും പാടി കരയുമ്പോൾ. അവർ ഇടയ്ക്ക് പാടുന്ന ഭയങ്കര ആർപ്പ. ഇടയ്ക്ക് കാന്തായുടെ ഒരു പാട്ട് പാടിയ എന്തായിരുന്നു? ആർക്കാണ് പറയാം? മോനെ പാട്ട് പാടുന്ന പിള്ളേരാരെങ്കിലും ഒരു ഭയങ്കര ട്രെൻഡ് ഒരു പാട്ട് എറണാകുളത്ത് നടത്തിയല്ലോ. കാന്ത അവിടെ ട്രൂപ്പ് ഒരു ഭയങ്കര ക്ലാസിക്കൽ പാട്ട് റീമിക്സ് ചെയ്ത് ചാടി മറിഞ്ഞൊരു പാടുന്ന പാട്ടുണ്ട്. ഭയങ്കര എന്നോ ഒരു പിള്ളേരായിരുന്നു. ഒരു ക്ലാസിക്കൽ പാട്ടിനെ അവർ റീമിക്സ് ചെയ്ത. യേശുദാസൊക്കെ പണ്ട് പാടിയൊരു പാട്ടിനെ റീമിക്സ് ചെയ്ത പാട്ട്. മോനറിയത്തില്ലടാ അഖിലേ? എൻ്റെ എന്താ പോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇവരാർക്കത്തേ ഉള്ളൂ. ആർക്കണ്ടേ? ആർക്കണം. എന്നാലേ നാളെ അവരെന്ത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവരാർക്കാൻ കൂടെ നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കരയണം. നമ്മൾ കരയണം. ഇവരെല്ലാം വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാനത് സങ്കടത്തോടെ പറയാൻ കാര്യം, എനിക്ക് എൻ്റെ പിള്ളേരുടെ ഇന്നത്തെ പ്രായമാകുന്ന സമയത്ത് ഞാൻ സുവിശേഷ വേലയ്ക്ക് പ്രിപ്പയർഡായിരുന്നു. അന്ന് എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ പ്രസംഗം ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുന്നത് ഞാനായിരുന്നു. ബാക്കി എല്ലാത്തിനും എനിക്കൊരു വശമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സങ്കടം, എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ അന്ന് ഒരുങ്ങിയ ഒരുക്കം എൻ്റെ മക്കൾക്ക് ഇന്ന് വരെ ആയിട്ടില്ല. അവർ മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉള്ള ഒരുക്കമായിട്ടില്ല. അതിനെ വളരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ പ്രായത്തിൽ പ്രിപ്പയർഡായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച പല പിള്ളേരും ഒരുങ്ങിയിട്ടില്ല. ഇന്ന് അവരൊരുങ്ങിയില്ലെങ്കിൽ, കാരണം എൻ്റെ അപ്പ പോകുമ്പോൾ ചിരിച്ചോണ്ടാണ് പോകുന്നത്. കാരണം ഞാൻ റെഡിയായി. ഞാൻ ആ ലൈനിലുണ്ടായിരുന്നു. എല്ലാം ശുശ്രൂഷയും ചെയ്യാൻ അക്സെപ്റ്റഡ് ആയിരുന്നു. അത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പപ്പ മാറിയപ്പോൾ ഒരു കൺഫ്യൂഷനില്ലായിരുന്നു. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യമില്ലായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് സിങ്കായിപ്പോയി. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇവരൊന്ന് പ്രിപ്പയർ ആകാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. മനസ്സിലായോ ദൂത്? ഗൗരവം മനസ്സിലായോ? സീരിയസ് ആയിട്ട് അതിന് പലപ്പോഴും തടസ്സമാകുന്നത് ഈ പിള്ളേർ വരാൻ തടസ്സം ആരാ? ഇവന്മാരൊന്ന് വരുമ്പോൾ ഒരു നോട്ടമുണ്ട് അവരതോടുകൂടി അങ്ങ് പൊക്കോളും. ഇവരെ കെട്ടിപ്പിടിക്കണം. മക്കൾ വരാൻ പറയണം. എടാ പൊന്നെ ചക്കര എന്നൊക്കെ വിളിക്കണമെന്നേ. ഈ അമേരിക്കയിലുള്ള പിള്ളേർ ഇന്ത്യയിൽ വരും. അമ്മച്ചിക്ക് മലയാളം അറിയാവുന്നിട്ടാണോ? അമ്മച്ചിക്ക് ഇംഗ്ലീഷ് അറിയാവും, പിള്ളേർക്ക് മലയാളം അറിയാവും. പിന്നെന്തിനാ പിള്ളേർ വരുന്ന അമ്മച്ചിയെ കാണാൻ? അപ്പോൾ നമ്മൾ പറയും ജനറേഷൻ ഗ്യാപ്പ്. ഒരു ഗ്യാപ്പും ഇല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലൊരു അമ്മച്ചി കൊച്ചുവൻ വന്നു. കൊച്ചുവൻ അമ്മച്ചിയെ കാണാൻ വരുന്ന അമ്മച്ചി നല്ല കരിമീൻ വറുത്ത് വെച്ച് ആറ്റുമീന. അവനോട് ചോദിച്ചു, മോനെ ആട്മീൻ കൂട്ടുമോ എന്ന് ചോദിച്ചു. ആട്മീൻ കൂട്ടുമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അമ്മച്ചി കാണിച്ചു കൊടുത്തു. അവൻ മുള്ളില്ലാതെ കഴിച്ചു. അമ്മച്ചിക്ക് മുള്ളൊന്നും പറയാൻ അറിയത്തില്ല. ബാൺ തീൻ താന്നൊന്നും അമ്മച്ചിക്ക് അറിയത്തില്ല. പക്ഷെ ആട്മീൻ കൂട്ടുമോ എന്ന് ചോദിച്ചു. അവൻ അമ്മച്ചിയുടെ അടുത്തിരിക്കുകയാണ്. എന്തിനാണ്? അമ്മച്ചിക്ക് സ്നേഹമാണ്. അപ്പോൾ ഈ വരുന്ന മക്കളെല്ലാം നമ്മളങ്ങ് സ്നേഹിച്ചാൽ മതി. അവർക്ക് വേണ്ടി കരഞ്ഞ് എന്ത് ചെയ്യണം? എല്ലാം ശരിയാവും. പറഞ്ഞേ, എല്ലാവരും ശരിയാകും. നമ്മൾ ശരിയായില്ലേ? എന്നാൽ എല്ലാവരും എന്താകും? ശരിയാവും. വിശ്വസിച്ച് എല്ലാവരും ശരിയാകും. നമ്മൾ കരഞ്ഞാൽ മതി. നാളെ ഈ പിള്ളേർ ഇവിടെ കിടന്ന് ആർക്കും. ആർപ്പ് സന്തോഷത്തിൻ്റെ ആർപ്പാണ്.
അവരാർക്കണമെങ്കിൽ നമ്മൾ കരയണം. നമ്മുടെ കരച്ചിൽ ദൈവസന്നിധി എത്തുമ്പോൾ ആർക്കാൻ ദൈവം മക്കളെ കൊണ്ടുവരും. അങ്ങനെ യുവാക്കളുടെ വലിയൊരു ഉണർവുണ്ടാകാൻ, അത് ഞാൻ രണ്ടോട് ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ സഭകൾ ശുഷ്കമാകും, നമ്മുടെ സഭകൾ പ്രതിസന്ധിയിലൂടെ പോകും. അതുണ്ടാകാതിരിക്കാൻ നമുക്കിപ്പോൾ ഒരു 12 മേലുള്ള കുഞ്ഞുങ്ങളുടെ വലിയൊരു ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുറച്ചേറെ നേരം പ്രാർത്ഥിക്കണം. മക്കൾ മുമ്പിൽ വന്ന് നിന്ന് ഞങ്ങൾ യു ആർ റെപ്രസെൻറ്റിങ് എ ജനറേഷൻ. ഓൾ ദ ചിൽഡ്രൻ you can come forward and you are representing a not only you but a generation. മനസ്സിലാകുന്നുണ്ടോ? ജനറേഷൻ കുഞ്ഞുമ്പാടാ, യു ആർ റെപ്രസെൻറ്റിങ് എ ജനറേഷൻ. മനസ്സിലായ മക്കൾക്ക്? നമ്മൾ ഇവരെ വെച്ചുകൊണ്ട് ഒരു ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നിന്നേ, നിങ്ങൾ തിരിഞ്ഞു നിന്നു, അങ്ങോട്ട് തിരിഞ്ഞു. അത് നിങ്ങൾ 2-3 പേര് ഇന്ന് പ്രാർത്ഥിച്ചു. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് മക്കളെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. നിങ്ങൾ കൈകോർത്ത് പിടിച്ച മക്കളെ, നിങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങളുടെ നേരെ കൈ നീട്ടി. ഇവർ മാത്രമല്ല കേട്ടോ, ഒരു വലിയ സമൂഹം കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിൽ എഴുന്നേക്കണം. ഈ ചർച്ചിൽ വലിയൊരു കുഞ്ഞുങ്ങളുടെ വലിയൊരു മൂവ് ഉണ്ടാകണം. ആ മൂവിൽ ഇവിടെ കൂട്ടുകാരൊക്കെ ആകർഷിക്കപ്പെടണം. യുവാക്കൾ വരണം, യുവതികൾ വരണം. എൻ്റെ പ്രാർത്ഥനാ വിഷയം അതാണ്. വലിയ ഉണർവുണ്ടാകണം, വലിയൊരു ഉണർവുണ്ടാകാൻ പോവുക. അത് നിങ്ങൾ വിശ്വസിക്കണം. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ അപ്പോൾ ഇവിടെ ചർച്ച ഇപ്പോൾ ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ ദൈവം ഒന്ന് കത്തിക്കണം, എവിടാണോ അവിടെ തൊടണം. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വന്ന് ആർക്കണം. അവരെ ആർക്ക് തുള്ളിച്ചാടുന്ന കാണുമ്പോൾ നമ്മൾക്ക് കരച്ചിൽ വരും. കാരണം നമ്മൾ കൊതിച്ചത് അതല്ലേ. ഈ മക്കളില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ചർച്ച്, മക്കളില്ലെങ്കിൽ എന്തിനീ ആലയം, മക്കളില്ലെങ്കിൽ എന്തിനീ വലിയ AC, മക്കളില്ലെങ്കിൽ എന്തിനീ സൗണ്ട് സിസ്റ്റം, മക്കളില്ലെങ്കിൽ എന്തിന് നമുക്ക് ഇത്രയും വലിയ സംവിധാനങ്ങൾ. കർത്താവേ, അവർ വരണമേ. ഈ പുത്തൻകുരിശിൻ്റെ ഹല്ലേലൂയ എറണാകുളം ജില്ലയുടെ എല്ലാ മുക്കിലും മൂലയിലും യുവാക്കളുടെ വലിയ ഉണർവ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഒരു വലിയ യുവ സൈന്യം എഴുന്നേക്കട്ടെ. അതിനുവേണ്ടി ബാക്കിയെല്ലാം മറന്നേ, നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളെല്ലാം മറന്നേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ വലിയ ഉണർവുണ്ടാകാൻ. രപാലകമ്പം, ബടകത്താനം, ബത്തുരിപാനം, അത് ഇന്ത്യ മുഴുവൻ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ജൻസിക്കിടയിൽ വലിയൊരു ഉണർവുണ്ടാകട്ടെ. 97 ശേഷം ജനിച്ച മക്കൾ ഉണരട്ടെ. 2012 ശേഷം ജനിച്ച മക്കൾ ഉണരട്ടെ. ആൽഫ ഉണരട്ടെ. ഋബാലപര അവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. അവർ ദർശനങ്ങൾ കാണട്ടെ. അവർ വെളിപ്പാട് കാണട്ടെ. യേശു അവരോട് നേരിട്ട് സംസാരിക്കട്ടെ. യേശു അവരോട് നേരിട്ട് സംസാരിക്കും. നേരിട്ട് അവർക്ക് ഭയങ്കര എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. അവർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ. അവർ കരയുന്നവരായി മാറട്ടെ. അവർ വചനം വായിക്കുന്നവരായി മാറട്ടെ. ഈ കുഞ്ഞുങ്ങളെ എല്ലാം ഉണർത്തണമേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വലിയൊരു ഉണർവ്, കുഞ്ഞുങ്ങളുടെ മാത്രം ഈ സഭയിലുള്ള കുഞ്ഞുങ്ങളല്ല, ഒത്തിരി കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഒരു വെളിച്ചം പോലെ കത്തട്ട് ദൈവപ്രവൃത്തി കത്തട്ട്. അംദൽഖാരം ശബനകരന്ധം. കർത്താവേ, ഞങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, എല്ലാ കൊച്ചുമക്കളെ ഓർക്കുന്നു. ഇന്ന് ഉണർവിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന, കൂട്ടായ്മകൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന മക്കൾ, കർത്താവ് അവരോട് നേരിട്ട് സംസാരിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, ക്രൂശിക്കപ്പെട്ടവൻ അവരെ ആകർഷിക്കണമേ. അവരെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി മാറണമേ. ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന മാതാക്കൾ, പിതാക്കന്മാർ അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കുഞ്ഞുങ്ങളെ ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ ഒന്ന് തൊടണമേ. ഒരു തലമുറ എഴുന്നേൽക്കണമേ. അധികാരത്തോടെ, അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങൾക്ക് ആർക്കാൻ കുഞ്ഞുങ്ങൾ വേണം കർത്താവേ. അവരാർക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് കരയണം സന്തോഷം കൊണ്ട്. അവരാർക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് കൺകുളിർക്ക കണ്ട് കരയണം ദൈവസന്നിധിയിൽ നന്ദിയോടെ. കാരണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ കൊതിച്ചത്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിലവിളിച്ചത്. അവരാർക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പാകെ കാണണം.
അത് കൊതിക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവസന്ധിയിൽ ആർക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവസന്ധിയിൽ നിലവിളിക്കുന്നത്, ഊടാപാര മണിക്കൂറുകൾ ആരാധിക്കുന്നത്, തുള്ളിച്ചാടി ആരാധിക്കുന്നത്, റബനം ഘടകം പടകനഭാരം അന്തരജാനം വൈഡപരന്ധം ദേരികരച്ചം വേദിക്കട്ടി വത്തുരികട്ടി അന്തൽക്കാന റികനം തേരി